സൈക്യാട്രിസ്റ്റ് ആണ്. ഡോക്ടർ ജനിച്ചു വളർന്ന ഒരു ഹിന്ദു നായർ ഫാമിലിയിലാണ്. ഒരു ഫിലോസഫർ തത്വം അന്വേഷിക്കുന്ന ആളാണ്. തത്വചിന്തയോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ മനഃപൂർവ്വമാണ് ഡോക്ടറിന്റെ യൂട്യൂബിലെ ടെസ്റ്റിമണി ഇട്ടു തരാത്തത്. ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇട്ടു തരാം. അതിനകത്ത് അത് വ്യക്തമായി പറയുന്നുണ്ട്. അന്വേഷകനായിരുന്നു. ഒരു ഗിദയോൻസിന്റെ കൊച്ചു ബൈബിൾ ആദ്യം കിട്ടി. പിന്നീട് ഒരു വലിയ ബൈബിള് കൂട്ടുകാരൻ്റെ നിന്ന് വാങ്ങിച്ചു. ആ ബൈബിള് വായിക്കുന്നതിനെ തുടർന്ന് വീട്ടിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായി. എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഡോക്ടർ പക്ഷേ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്ന നല്ലൊരു വിശ്വാസിയായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. വചന ശുശ്രൂഷ നടത്തുന്നു. കരുനാപ്പള്ളിയിൽ ഒരു മെന്റൽ ക്ലിനിക്, സൈക്യാട്രിക് ഹോസ്പിറ്റൽ ഇട്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ വൈഫും ജോയിൻ ചെയ്തിട്ടുണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി, വളരെ കൃപയോടുകൂടി നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ, ഞങ്ങളുടെ ഒരു ടീച്ചേഴ്സ് നേതൃത്വം നടത്തുന്ന കൂട്ടായ്മയാണ്. ഒരുപാട് ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചിട്ടില്ലാത്തവരും ഉണ്ട്. വളരെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഡോക്ടറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. താങ്ക് യു മാഡം, താങ്ക് യു. ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ഇത്രയും പേര് ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്തതിലൊക്കെ ഒത്തിരി സന്തോഷം. നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്കുകൂടെ കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ തിരു സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള നിവൃത്തികളെ സ്തുതിക്കുന്നു. യേശുവേ, അവിടുത്തെ തിരുമുഖത്തെ ഞങ്ങൾ നോക്കുന്നു. കരുണയോടെ, സ്നേഹത്തോടെ, അതീവ വാത്സല്യത്തോടെ ഞങ്ങളെ നോക്കുന്ന ആ സ്വർഗത്തിന്റെ പ്രകാശിക്കുന്ന തിരുമുഖത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ ഏതൊരു സാഹചര്യത്തിലായിരിക്കുമ്പോഴും, ഏതൊരു ദുഃഖത്തിന്റെ, പ്രയാസത്തിന്റെ, എന്തെല്ലാം ഞെരുക്കത്തിന്റെ വേളയിലായിരിക്കുമ്പോഴും കർത്താവേ, ഞങ്ങളെ മനസ്സിലൂടെ നോക്കുന്ന, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആ വെമ്പലുകളും നൊമ്പരങ്ങളും എല്ലാം ഒപ്പിയെടുക്കുന്ന അവിടുത്തെ ആ സ്നേഹത്തിന് തിരുക്കരങ്ങൾക്കായിട്ട്, ആ ആണിപ്പാടുള്ള തിരുക്കരങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ആ തിരുക്കരങ്ങളെ ചേർത്ത് പിടിച്ച് അവിടുത്തെ മറുപടി ചാരി കർത്താവേ, അങ്ങിൽ നിന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യജീവന്റെ മൊഴികളെ കർത്താവേ, അങ്ങയുടെ പക്കൽ മാത്രമേ ഉള്ളല്ലോ. അങ്ങേ ഞങ്ങൾ വിട്ടെവിടെ പോകും? യേശുവേ, അവിടുന്ന് തന്നെ ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, ഉത്സാഹിപ്പിക്കണം, ധൈര്യപ്പെടുത്തണം, തിരുത്തണം, വഴി നടത്തണം. കർത്താവേ, അവിടുന്ന് കർത്താവേ ഈ സായാഹ്ന വേളയിൽ ഞങ്ങളോട് എന്താണോ സംസാരിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് കർത്താവേ, അത് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും ആഹ്ലധ്വനി പോലെ കർത്താവേ, അത് വ്യക്തമായിട്ട് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം. എല്ലാ തടസ്സങ്ങളെയും നീക്കണം. അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെ ബന്ധിച്ച് കർത്താവേ, വലിയ വിടുതലും ആശ്വാസവും നൽകണം. അവിടുന്ന് തന്നെ ഞങ്ങളെ ചേർത്ത് അവിടത്തോട് ചേർത്ത് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. കൂട്ടായ്മയിലുള്ള സഹോദരങ്ങളുടെ ആ ഒരു ഉത്സാഹവും പ്രാർത്ഥനയൊക്കെ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. സങ്കീർത്തനം 90-ാം സങ്കീർത്തനത്തിലെ അതിന്റെ 15-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ഒരു വാക്യമായിരിക്കും. മോശയുടെ സങ്കീർത്തനം. മോശ എഴുതിയൊരു സങ്കീർത്തനം. നമുക്കറിയാം, സങ്കീർത്തനങ്ങൾ കൂടുതലും ദാവീദൊക്കെ എഴുതിയിട്ടുള്ളത്. ദാവീദും ആസാഫും ഒക്കെ എഴുതിയ സങ്കീർത്തനങ്ങളുണ്ട്. ഇവിടെ മോശ എഴുതിയൊരു സങ്കീർത്തനം, നമ്മള് 90-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 15-ാമത്തെ വാക്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എന്റെ ഹൃദയത്തിലെ ആ സങ്കീർത്തനത്തിലെ ആ വാക്യം, അവിടെ നമ്മൾ വായിക്കുന്നത്, നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന. ആമേൻ, ആമേൻ, ആമേൻ. മോശ തൻ്റെ ജീവിതകാലത്ത് ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് താൻ മരുഭൂമിയില് അങ്ങനെ ആ ദൈവജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും മോശയ്ക്ക് തന്നെ വ്യക്തിപരമായിട്ട് മോശയ്ക്കെതിരായിട്ട് ഉള്ള മത്സരവും, എന്നാൽ ഒരുപാട് പേര് മരുഭൂമിയിൽ പട്ടുപോകുന്നതും ക്ലേശിക്കുന്നതും ദുരിതം അനുഭവിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരെ മോശ തന്റെ ജീവിതകാലത്ത് കാണുകയാണ്. അപ്പം ഇസ്രായേൽ മക്കളോട് ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞങ്ങളെ സന്തോഷിപ്പിക്കണം, മേക്ക് us ഗ്ലാഡ്, ഞങ്ങളെ സന്തോഷിപ്പിക്കണം എന്നങ്ങ് വെറുതെ പറഞ്ഞു നിർത്തുന്നില്ല. എന്നാൽ അക്കോർഡിംഗ് ടു ഒരു പ്രപ്പോർഷൻ ഉണ്ട്. ഇപ്പൊ ഇവിടെ ടീച്ചർമാരും സ്റ്റുഡൻസും ഒക്കെ എല്ലാവരും ഉണ്ട്. നമ്മൾ ഈ പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞ ഒരു ആൽഫ ചിഹ്നം ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ഫിസിക്സിലും മാത്സിലും ഒക്കെ നമ്മൾ എഴുതും. എ പ്രപ്പോർഷണൽ ടു ബി എന്ന് പറയുമ്പം എ കൂടുന്നതിനനുസരിച്ച് ബിയും കൂടണം. അതാ പ്രപ്പോർഷണൽ ടു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് അക്കോർഡിംഗ് ടു, തക്കവണ്ണം, അതാ എന്തിനു തക്കവണ്ണമുള്ള ഒരു സന്തോഷമാണ് കർത്താവ് നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നേ. അത് നമ്മള് മോശ എങ്ങനെങ്കിലും എന്തോ ഒന്ന് പ്രാർത്ഥിച്ചു പോയി എന്നുള്ളൊരു കാര്യമല്ല. എന്നാൽ ദൈവാത്മാവിനെ പ്രേരിതമായിട്ട് മോശ ഇത് എഴുതുമ്പം ദൈവവചനത്തിൽ പലയിടത്തും ദൈവവചനത്തിന്റെ ആ ഒരു ആകത്തുക നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു പ്രപ്പോർഷൻ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും, അപ്പം ചില ദിവസങ്ങള്
നമ്മളെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പം ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ദിവസങ്ങൾ, നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന കൂടുതൽ പേര് സഹോദരിമാരാണെന്ന് എനിക്കറിയാം. അപ്പൊ സഹോദരിമാര്, കുഞ്ഞുങ്ങളെ, അപ്പൊ നിങ്ങളെ പലപ്പോഴും എന്താണ് പറയുന്നേ, നിങ്ങളുടെ ആ ഒരു വേദനകളും പ്രശ്നങ്ങളും ഒക്കെ കേൾക്കാനൊന്നും എല്ലാവർക്കും പലപ്പോഴും ഇന്ന് നമ്മളുടെ നിർഭാഗ്യവശാൽ പുരുഷാധിപത്യമുള്ള ഒരു സമൂഹത്തില് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയൊക്കെ എല്ലാ നൊമ്പരങ്ങളും ക്ലേശങ്ങളും ഒക്കെ എന്തെങ്കിലും കഴിച്ചോ അല്ലെങ്കിൽ ചായ കുടിച്ചോ എന്ന് തന്നെ എത്ര ഭർത്താക്കന്മാർ ചോദിക്കുന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നുവെച്ചാല് ഈവൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. സ്ത്രീകളാകുമ്പോൾ സൗകര്യമാരാകുമ്പോൾ അവര് അതൊക്കെ അങ്ങ് ചെയ്തോളൂ, അത് അവരൊക്കെ അങ്ങ് കാര്യങ്ങൾ. ഇന്ന് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ അതെല്ലാം സഹിക്കാനുള്ള ഒരു ശക്തിയും ദൈവം സഹോദരിമാർക്ക് സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ അവര് ദൈവജനം അവരെ 1 പത്രോസ് 3:7 ബലഹീന പാത്രം എന്ന് വിളിക്കുമെങ്കിൽ പോലും വേറെ പല ആസ്പെക്ട്സിലും ആ ഒരു പല പ്രയാസത്തിലൂടെയും കഷ്ടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പം അതെല്ലാം സഹിക്കാനുള്ള ഒരു വലിയ ത്രാണിയും വലിയൊരു പ്രയാസം. ഇപ്പം ടീച്ചർ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞതുപോലെ മദ്യപാനമുള്ള ഭർത്താക്കന്മാരോട് കൂടെ കഴിയുന്ന ഭാര്യമാര്, അതുപോലെയൊക്കെയുള്ള വേറെ പല സംശയ രോഗങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളും. ഞാനൊരു സൈക്കാട്രിസ്റ്റും കൂടെ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഒത്തിരി കുടുംബങ്ങളെ ദിവസം പ്രതി നമ്മൾ കാണുന്നതാ. അപ്പം അങ്ങനെയൊക്കെയുള്ള അതിലൂടെയൊക്കെ കടന്നു പോകുന്നവരുടെ ആ ഒരു വേദനയും നൊമ്പരവും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങള് കുറച്ച് സമയത്തേക്ക് ഒപ്പിയിൽ ആ ഒരു കുറച്ച് 5-10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സമയം അവിടെ കൂടി ഇരിക്കുമ്പം തന്നെ എത്രമാത്രം അത് പ്രയാസമാ ഇത് ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം രാപകലില്ലാതെ വർഷങ്ങളായിട്ടൊക്കെ പലപ്പോഴും പലരും ഇത് സഹിച്ചിട്ടൊക്കെ ആയിരിക്കും, പിന്നെ ആരോ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കൺസൾട്ടേഷൻ പലപ്പോഴും വരുന്നത്. അപ്പൊ അത്രയും വർഷങ്ങളൊക്കെ പലരും അത് എങ്ങനെ എന്ത് ചെയ്യണം, എന്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം, എന്ത് ഗൈഡൻസ് കൊടുക്കണം ഒന്നും അറിയാതെയൊക്കെ പലരും പല പ്രയാസങ്ങളിലൂടെയും പല കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന ദിവസങ്ങളുണ്ട്, സംവത്സരങ്ങള്, വർഷങ്ങളുണ്ട്. നമ്മൾ ആ ഒരു മേക്ക് us glad according to the days you have afflicted us and the years we have seen evils. ഡേയ്സ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കും. നമ്മുടെ ജീവിതത്തിലെ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ചില ദിവസങ്ങൾ, ആ വർഷം ഇന്ന ദിവസം, അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ഇന്നയാൾ മരിച്ചുപോയ ദിവസമായിരിക്കാം, ഒരുപക്ഷെ ഒരു ആക്സിഡന്റ് സംഭവിച്ച ദിവസമായിരിക്കാം, എന്തെങ്കിലും ഒരു രോഗം ഡയഗ്നോസ് ചെയ്ത ദിവസമായിരിക്കാം, നമുക്ക് എന്തെങ്കിലും ഒരു കാലോ കൈയോ ഒടിഞ്ഞ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടമായ ദിവസങ്ങൾ, ചിലപ്പോൾ അബോർഷനായ ദിവസങ്ങൾ, ചിലപ്പോൾ ചില പല ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പല പ്രയാസങ്ങളും ഒക്കെ ഉപദ്രവങ്ങളും ഒക്കെ നേരിടേണ്ട വന്ന ചില ദിവസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില ദിവസങ്ങൾ, ചില ദുസ്വപ്നങ്ങൾ മാതിരി നമ്മൾ ഒരിക്കലും അത് ഓർക്കാൻ ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും നമ്മളുടെ മനസ്സിലേക്ക് കയറി വരുന്ന രീതിയിലൊക്കെയുള്ള അതുപോലുള്ള ചില ദിവസങ്ങൾ കാണും. നമ്മൾ ക്ലേശം അനുഭവിച്ച, ഒരുപക്ഷെ വേറൊരാളോട് നമുക്ക് അതങ്ങ് തുറന്നു പറയാൻ തന്നെ നാണക്കേടുള്ള ചില കാര്യങ്ങൾ കാണും. അല്ലെങ്കിൽ നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലാതെ, അല്ലെങ്കിൽ ആരോട് പറഞ്ഞാലും നമ്മളുടെ ഹൃദയത്തിന് ഭാരം അങ്ങ് മാറിപ്പോകാത്തതായിട്ടുള്ള ചില ക്ലേശങ്ങള്, ചില ഭാരങ്ങള്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മൾ നോക്കുമ്പം നമ്മുടെ മക്കളെ സംബന്ധിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, അപ്പനമ്മമാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സഹപ്രവർത്തകരുമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമ്മളുടെ ബന്ധുമിത്രാദികളിലുള്ള ചിലരുടെ ഒരു പ്രയാസങ്ങളെ ഓർത്തിട്ടായിരിക്കും. അപ്പം നമ്മള് തിരിഞ്ഞു നോക്കുമ്പോൾ മോശ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മോശ ഒരു 120 വർഷങ്ങള് ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ച് അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പം എത്രയോ മനുഷ്യരുടെ അനർത്ഥങ്ങളും ക്ലേശങ്ങളും ഒക്കെ അദ്ദേഹം കണ്ടു. അപ്പം ആ മോശ ദൈവാത്മാവിനാൽ പ്രാർത്ഥിച്ചതുപോലെ ഇന്നും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് ഉത്തരവരുളുന്ന കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ള പ്രാർത്ഥന കർത്താവ് ഉത്തരവരുളും. അത് നമ്മളെ ഇവിടെ വായിക്കുന്ന 1 യോഹന്നാനിലെ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 1 യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ കർത്താവിന്റെ ഹിതപ്രകാരം നമ്മൾ ചോദിക്കുന്നത് കർത്താവ് കേൾക്കുമെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ഹിതം എന്താണെന്നുള്ള കാര്യം നമുക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് അറിയത്തില്ലായിരിക്കും, എങ്കിലും കർത്താവ് എന്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതം തന്നെ. അപ്പൊ ഇതാ നമ്മള് 1 യോഹന്നാൻ 5-ാം അധ്യായം, അതായത് വെളിപാട് പുസ്തകം ഏറ്റവും അവസാനത്തെ പുസ്തകം ബൈബിളിൽ, അത് മറിച്ച് വരുമ്പോൾ യൂദയുടെ പുസ്തകം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് യോഹന്നാന്റെ 3-ാമത്തെ 2-ാമത്തെ ലേഖനം കഴിഞ്ഞ് 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം അവസാനത്തെ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാമത്തെ വാക്യത്തില് അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ ഹിതപ്രകാരം അക്കോർഡിംഗ് ടു ഹിസ് വിൽ, അവന്റെ ഇഷ്ടപ്രകാരം
നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. ദിസ് ഇസ് ദ കോൺഫിഡൻസ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കർത്താവിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും യാചിച്ചാൽ കർത്താവ് നമ്മളുടെ അപേക്ഷ കേൾക്കും. അപ്പൊ ആ കർത്താവിന്റെ ഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ വചനം തന്നെ. കർത്താവിന്റെ ഹിതം കർത്താവിന്റെ വചനം തന്നെ ആണെന്ന് രണ്ട് വാക്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ, ഞാൻ 90 സങ്കീർത്തനത്തിലേക്ക് വരുക, രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ച് നമ്മൾ നോക്കുമ്പം കർത്താവിന്റെ ഹിതം തന്നെയാണ് കർത്താവിന്റെ വചനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 4:4 നമ്മൾ നോക്കുവാണെങ്കിൽ, രണ്ട് വചനം ഞാൻ പറഞ്ഞില്ല, മത്തായി 4:4 യോഹന്നാൻ 4:34 നമ്മൾ ചേർത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം ദൈവത്തിന് ഇഷ്ടമാണെന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം കൊണ്ട് ആണ് ഒരാൾ ജീവിക്കുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. മത്തായി 4:4 എടുത്ത് നോക്കുവാണെങ്കിൽ ഒരുവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടോ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ 4:34 കർത്താവ് എന്താ പറഞ്ഞേ? എന്റെ ആഹാരം പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എന്റെ ആഹാരം എന്ന നമ്മളവിടെ യോഹന്നാൻ 4:34 വാക്യത്തില് മൈ ഫുഡ്, എന്റെ ആഹാരം, യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അപ്പം ദൈവത്തിന്റെ വചനമാണ് ആഹാരം എന്ന് മത്തായി 4:4 പറയുന്നു. ഇവിടെ പിതാവിന്റെ ഇഷ്ടമാണ് എന്റെ ആഹാരം എന്ന് യേശു യോഹന്നാൻ 4:34 പറയുന്നു. അപ്പൊ A = B, B = C. അപ്പൊ A = C. ഇപ്പൊ ഇവിടെ ടീച്ചർമാരും സ്റ്റുഡന്റും ഒക്കെ ഒത്തിരി ഇക്വേഷൻ ഒക്കെ പറഞ്ഞതൊക്കെ പെട്ടെന്ന് കത്തുവല്ലേ. A Bക്ക് സമമാണ്, B Cക്ക് സമമാണെങ്കിൽ A Cക്ക് സമമാണെന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം നമുക്ക് ഉള്ള ആത്മീയ ആഹാരമാണ്. ദൈവത്തിന്റെ ഇഷ്ടം, പിതാവിന്റെ ഇഷ്ടം ആത്മീയ ആഹാരമാണ്. അപ്പം ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവത്തിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം എന്ത് ചോദിച്ചാലും കർത്താവിന് ഉത്തരവ് വരുള്ളൂ എന്നുള്ളൊരു ധൈര്യം നമുക്കുണ്ടെന്ന് ഇവിടെ നമ്മളിപ്പം വായിച്ച് 1 യോഹന്നാൻ 5:14 വാക്യത്തിൽ നമ്മളിപ്പം വായിച്ചു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യം എന്താ കണ്ടേ? കർത്താവിന്റെ ഇഷ്ടം, കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. പലപ്പോഴും പല ദുഃഖത്തിന്റെയും പല നെടുവീർപ്പിന്റെയും നൊമ്പരത്തിന്റെയും ഒക്കെ സാഹചര്യത്തിൽ നമ്മളായിരിക്കുമ്പം അവിടെ കർത്താവിനെ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ, കർത്താവിന്റെ ആ ഒരു സന്തോഷം നമ്മളിൽ നൽകുവാൻ കർത്താവിന് സാധിക്കും. അപ്പൊ ഇവിടെ എങ്ങനെ സന്തോഷിപ്പിക്കണമെന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു പ്രപ്പോർഷൻ ഉണ്ടെന്ന് നമ്മൾ വായിച്ചു. എന്താ വായിച്ചു? ഞാൻ തിരിച്ച് നമ്മളെ സങ്കീർത്തനം 90:15 വരിക. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾ, ക്ലേശിപ്പിച്ച ദിവസങ്ങൾ. അതായത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ കലണ്ടറുകളിലെ ചില പർട്ടിക്കുലർ ദിവസങ്ങൾ നമുക്ക് വല്ലാതെ പ്രയാസവും വല്ലാത്ത മനക്ലേശവും വല്ലാതെ ശാരീരികമായിട്ടുള്ള വേദന അനുഭവിച്ച സഹോദരിമാരൊക്കെ അറിയാം എത്രമാത്രം പല തരത്തിലുള്ള വേദനകളിലൂടെ പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ആ ക്ലേശിപ്പിച്ച ആ ക്ലേശങ്ങൾ, സഹോദരിമാരെന്ന് പറയുമ്പോൾ സഹോദരന്മാരെ ഞാനങ്ങ് മറക്കുമല്ല, സഹോദരന്മാരും ഒത്തിരി വേദനയും പ്രയാസവും കഷ്ടമൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. അത് വേറൊരു വശം. ഇവിടെ കൂടുതൽ സഹോദരിമാരുടെ പേര് കണ്ടുകൊണ്ട് ഞാനങ്ങ് സഹോദരിമാരെ അങ്ങ് ഇങ്ങനെ ഫോക്കസ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ സഹോദരന്മാരുടെ പേര് ഞാൻ കാണാതിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ബലഹീന പാത്രങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ആ ക്ലേശിപ്പിച്ച ചില ദിവസങ്ങൾ, ക്ലേശങ്ങൾ അനുഭവിച്ച ചില ദിവസങ്ങൾ, പിന്നെ അനർത്ഥം അനുഭവിച്ച ചില സംവത്സരങ്ങൾ, ചില കാലഘട്ടം തന്നെ ആ വർഷങ്ങള്, ആ പ്രയാസമുള്ള ചില വർഷങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനർത്ഥം അനുഭവിച്ച ചില സംവത്സരങ്ങൾ, അതിനൊത്തവണ്ണം സന്തോഷിപ്പിക്കണമേ. അപ്പോൾ കൂടുതൽ ക്ലേശം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് കൂടുതൽ സന്തോഷം തരും എന്നുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള അത് പഴയ നിയമത്തിൽ ഏതോ ഒരു വചനം എടുത്ത് ബ്രദർ ഇങ്ങനെയൊക്കെ ഇങ്ങ് തിയോളജി പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിച്ച പുതിയ നിയമത്തിൽ പൗലോസും വേറൊന്നുമല്ല പറയുന്നത്. പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അതിന്റെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. അവിടെ ഒരു പ്രൊപ്പോർഷൻ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പൊ അവിടെ എന്താ വായിക്കുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ, നമ്മള് പലവിധമായിട്ടുള്ള പ്രയാസങ്ങള്, നമ്മള് മനുഷ്യനായിട്ട് ഭൂമി ജനിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുടെ സിലബസിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിനായിട്ട് നമ്മൾ അനുഭവിക്കുന്ന കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തുകൊണ്ട് ബന്ധുക്കളിൽ നിന്നുള്ള ഒറ്റപ്പെടലുകളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള. ഇപ്പം ബിന്ദു ടീച്ചർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ഹൈദരാബാദ് കുടുംബത്തിൽ നിന്നൊക്കെ ഈ ഒരു കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി
ഇല്ല ഞാൻ ജനിച്ചു വളർന്നു. ഇപ്പൊ അതിന്റെ ആ യൂട്യൂബ് വീഡിയോ ടീച്ചർ അതിനുശേഷം അയച്ചു തരാന്ന് പറഞ്ഞു. യൂട്യൂബിൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി ടെസ്റ്റ് മണി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ടീച്ചർ നിങ്ങൾക്ക് അയച്ചു തരുമല്ലോ. അപ്പൊ അതിനകത്ത് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ സാക്ഷ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചില പ്രയാസങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മളെ കടത്തി വിടുമ്പോഴാണ് നമ്മള് ഒന്ന് നുറുങ്ങും ഉടയും ഒക്കെ ചെയ്ത് ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന നമുക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് വളരെ ഈസി ആയിട്ട് അങ്ങ് കാര്യങ്ങൾ നടക്കുവാണെങ്കിൽ ഈ ഭൂമി തന്നെ നമുക്ക് സ്വർഗം പോലെ അങ്ങ് വളരെ ഒരു കുഴപ്പമില്ലാത്ത ഒരു സ്ഥലമായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇനിയിപ്പം ദൈവത്തിന്റെ ആവശ്യം എന്തോ, അതൊരു ദൈവം ഒരു അധികപ്പറ്റി മാതിരി തോന്നുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ഒരു വഞ്ചന എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ചില താൽക്കാലിക സന്തോഷങ്ങൾ നമുക്ക് ഇതാണ് വലിയ സന്തോഷം എന്ന് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിന്റെ പക്കലുള്ള യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ ഒരു പൂർണ്ണത നമ്മുടെ സങ്കീർത്തനം 16:11 അങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ 2 Corinthians 1-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ ഉള്ള സങ്കീർത്തനം 16-ാം സങ്കീർത്തനം അവസാനത്തെ വാക്യം, അതായത് 16-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഇൻ യുവർ പ്രസൻസ് ഇസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ ഒരു യഥാർത്ഥത്തിലുള്ള സന്തോഷത്തിന്റെ ഒരു പൂർണ്ണതയുള്ള. എന്നാൽ പലപ്പോഴും ഈ ലോകത്തിന്റെ പല കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നു, ജോലി കിട്ടുന്നു, വിദ്യാഭ്യാസം നടക്കുന്നു, മക്കളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ യഥാർത്ഥത്തിൽ ഒരു നുറുക്കത്തോടെ, ഒരു വെമ്പലോടെ കർത്താവിനെ നോക്കാൻ നമുക്ക് കഴിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ ഒരു വഞ്ചനയുള്ള ജഡത്തിലുള്ളവരാ. അപ്പൊ പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളും പല പ്രയാസങ്ങളും ഒക്കെ അനുവദിക്കുന്നതെന്ന് പറഞ്ഞാല് എന്തിനാ നമ്മളൊന്ന് നുറുക്കപ്പെടാനായിട്ട്, നമ്മളുടെ സ്വയത്തിൽ നമ്മളിൽ തന്നെ നമ്മൾക്ക് ഒരു ബലമുണ്ട്, നമ്മളുടെ ഒരു ഈഗോ സ്ട്രെങ്ത്, എന്റെ സെൽഫ് വിൽ എന്ന് വെച്ചാൽ എന്നെ കൊണ്ടെല്ലാം അങ്ങ് പറ്റും, ഞാനാണ് വലിയ ആൾ, അമ്പട ഞാനേ എന്ന് പറയുന്ന തരത്തിൽ ചിലപ്പോൾ നമ്മളങ്ങ് പുറമേ പറയത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള തരത്തിലുള്ള പല ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കർത്താവിലൊരു കോൺഫിഡൻസ് വേണം. നമുക്ക് കർത്താവിലുള്ള കോൺഫിഡൻസ് എന്നുള്ള വാക്യ ധൈര്യം ഉണ്ടെന്നുള്ള വാക്യം നമ്മളിപ്പോൾ 1 യോഹന്നാൻ 5:14 നമ്മൾ വായിച്ചു. എന്നാൽ നമുക്ക് നമ്മളിൽ തന്നെ ഉള്ള ഒരു സ്വയത്തിലുള്ള ഒരു ബലം, നമ്മളുടെ ഒരു അഹങ്കാരം എന്ന് പറയൂല, അഹം എന്ന് വെച്ചാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള ആ ഒരു ഭാവം, അഹംഭാവം, അഹങ്കാരം, ആ ഒരു നിഗളം, പ്രൈഡ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമ്മള് പുറമേ വളരെ താഴ്മയും വളരെ സൗമ്യതയൊക്കെ ആയിട്ട് നമ്മൾ എത്ര അഭിനയിച്ചാലും നമ്മുടെ ഉള്ളിനുള്ളിലെല്ലാം ഒരു ഞാനെന്നുള്ളൊരു ഭാവം ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് തകരുന്നതിന്റെ അളവിലേ ദൈവത്തിന് വലിയ ആശ്വാസവും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മളിലേക്ക് പകരാനൊക്കെ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഫോർ ജസ്റ്റ് as the sufferings of Christ are ours in abundance, so also our comfort is abundant through Christ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മള് സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ഏതൊരു ലോക മനുഷ്യരും ഉണ്ടാകുന്ന തരത്തിലുള്ള കഷ്ടങ്ങളുണ്ട്. എന്ന് നമ്മൾ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പം, ഞാനിപ്പം എന്റെ സാക്ഷ്യത്തിന്റെ കാര്യം സൂചിപ്പിച്ച് പറഞ്ഞു തുടങ്ങിയതുപോലെ ഞാൻ ഈ ഒരു ഫെയ്ത്തിനായിട്ട് ഒരു സ്റ്റാൻഡൊക്കെ എടുത്തപ്പം എന്റെ പേരൻസിന്റെ അടുത്തു നിന്നും മാതാപിതാക്കളുടെ അടുത്തു നിന്നും ബന്ധുക്കളുടെ അടുത്തു നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒരു പലതരത്തിലുള്ള ഇവൻ എന്നെ അവര് അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, അന്ന് ഈ നമ്മുടെ +2 ഇക്വലന്റ് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ. അപ്പൊ 98-2000 പ്രീ ഡിഗ്രി ബാച്ച്. അപ്പൊ ആ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഞാൻ വിശ്വാസത്തിലേക്കൊക്കെ വന്നത്. അപ്പം സെക്കൻഡ് പ്രീ ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദൈവവചനത്തിലൂടെ കല്ലുപോലെ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം നൽകുമെന്നുള്ള എഹെസ്കേൽ 36-ാം അധ്യായത്തിന് 25, 26, 27 വാക്യങ്ങൾ, ആ വാക്യങ്ങൾ കർത്താവിന്റെ ഹൃദയത്തോട് സംസാരിക്കുകയും ആ വചനത്തിലൂടെ ദൈവാത്മാവ് ഹൃദയത്തിൽ വന്ന് നിറയുകയും ദൈവത്തിന്റെ ഒരു വലിയൊരു സന്തോഷം, ഹൃദയത്തിലെ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഒരു വലിയൊരു നദി പോലെ ഹൃദയത്തിൽ വന്ന് നിറയും. കർത്താവിനോടുള്ള ഒരു നിത്യമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു തുടക്കമായിട്ട് ആ ഒരു ദിവസം കർത്താവ് ആക്കി തീർക്കുകയും അങ്ങനെ അതിനുശേഷം പിന്നെ അതിനുശേഷം MBBSനൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഞാനിവിടെ വന്ന സമയത്ത് ഞാനിവിടെ ആയിരിക്കുന്ന ഈ വീട്ടിൽ തന്നെ, ഇപ്പം എറണാകുളത്ത് ആയിരിക്കുന്ന ഈ വീട്ടിൽ തന്നെ ആയിരുന്നു വന്ന്. അപ്പൊ അന്ന് ഒരു 4-5-6 മാസം, 4 മാസം, പിന്നെ ഒരു ഏകദേശം 6 മാസത്തോളം അതിന്റെ ഇടയ്ക്ക് ഒരിടം വരെ പോയി വരികയൊക്കെ ചെയ്തൊരു കോച്ചിങ്ങിനായിട്ട്. അപ്പൊ ആ ഒരു സമയത്തോളം ഇങ്ങനെ വീട്ടുതടങ്കലിലൊക്കെ ആയിട്ട് വീട്ടുതടങ്കൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് കൂട്ടായ്മയ്ക്കൊന്നും പേരൻസ് വിടത്തില്ല. അവർക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട്. വെച്ചാൽ ഞങ്ങളുടെ അകപ്പാടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മകന്, എനിക്ക് 2 പെങ്ങന്മാരാ ഉള്ളത്. അപ്പം മൂത്ത 2 ചേച്ചിമാരാ. അപ്പം അവരുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവനൊരു കുടുംബത്തിന് നാണക്കേടായിപ്പോ ഇങ്ങനെ
വിശ്വാസം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞ് നടന്നാല്. അപ്പൊ അവരാണെങ്കിൽ വിചാരിച്ചു അവരെന്ന് പറയുമ്പോൾ ഇപ്പൊ എന്റെ അമ്മയും ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇന്ദിരപിള്ള എന്ന് കാണാം. ഇന്ദിരപിള്ള എന്ന് പറയുന്നത് എന്റെ അമ്മയാണ്. അമ്മയും കൂടെ ജോയിൻ ചെയ്ത് അമ്മയ്ക്ക് ഞാൻ പ്രത്യേകമായിട്ട് ലിങ്ക് അയച്ചു. സോ അപ്പൊ അമ്മയോട് അച്ഛനോടൊക്കെ എന്ന് കേൾക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം അമ്മയും അച്ഛനും ഒക്കെ അന്ന് എനിക്ക് എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് അവര് നമ്മുടെ മീറ്റിംഗ്സിനൊക്കെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ അവർ വിശ്വാസത്തിലേക്ക് പുറമോട്ട് വന്നിട്ടൊന്നുമില്ല. എങ്കിലും കാര്യങ്ങളൊക്കെ വളരെ റിസപ്റ്റീവായിട്ട് കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ഹൃദയത്തിലേക്ക് അവരുടെ ഹൃദയം ദൈവം മാറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് അവര് വലിയ എതിർപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈവൻ ഞാൻ അന്ന് MBBS പോലും ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ആരൊക്കെയോ ബന്ധുക്കളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇവന് എന്തെങ്കിലും കുഴപ്പം പിടിച്ച് കാണും, ഇവനൊരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് കൊണ്ടുപോയാൽ അവർ ഹിപ്നോട്ടൈസ് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റിന് അടുത്ത് നിർബന്ധിച്ച് കൊണ്ടുപോകുന്നത്, ഞാൻ അറിയാതെ എന്തോ മെഡിസിൻസ് തന്നതിന് വല്ലാത്തൊരു റിയാക്ഷൻ വരുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആ ടെസ്റ്റ് മണിയുടെ വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഒരു സമയത്ത് ദൈവം തന്നൊരു ആശ്വാസവും സമാധാനവും ഒക്കെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഫ്രഷ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് പല കഷ്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ദൈവം നമുക്ക് വരുന്ന ഒരു ആശ്വാസമുണ്ട്. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പ് ഇപ്പൊ നമ്മൾ 2 കൊരിന്ത്യർ 1-ാം 5-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ ഉള്ള അതിന്റെ തൊട്ട് മുമ്പേ ഉള്ള വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കുവാണെങ്കിൽ ഈ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മളുടെ കഷ്ടത്തിന്റെ സമയത്ത് ദൈവം തരുന്ന ഒരു ആശ്വാസം അത് ബാക്കിയുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നീടുള്ള സംവത്സരങ്ങളിൽ ബാക്കി അനേകർക്ക് ഒരു ആശ്വാസത്തിന് വാക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ബലമായിട്ടായിത്തീരുന്നു എന്നുള്ള കാര്യമാണ് ഇത് തൊട്ട് മുമ്പുള്ള വാക്യം. ഇപ്പൊ 2 കൊരിന്ത്യർ 1-ാം 4-5 വാക്യങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട്, കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. നമ്മളുടെ പല പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യരും ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടുന്നവണ്ണം ഒരു സഹായമായി തീരത്തില്ലായിരിക്കും. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്നത് നല്ലതെന്ന് 118-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളിൽ, അതായത് ബൈബിളിൽ തന്നെ ഒറ്റ നടുക്കുള്ള വാക്യങ്ങൾ ഏതാന്ന് പറയുന്ന സെൻട്രൽ വേഴ്സസ് ഓഫ് ദ ബൈബിൾ, ഈ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും കൂടെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് അത് ഡിവൈഡഡ് ബൈ 2 സെൻട്രൽ ആയിട്ടുള്ള ബൈബിളിലെ വേഴ്സസ് ഏതാന്ന് ചോദിച്ചാൽ ബൈബിൾ ക്വിസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും എന്താ 118-ാം സങ്കീർത്തനത്തിന്റെ 8-9 വാക്യങ്ങളാണ്. ആ 8-9 വാക്യങ്ങൾ എന്താ പറയുക വെച്ചാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നുള്ളതാണ്. നമ്മളുടെ പല സാഹചര്യങ്ങളിലും ദൈവം നമ്മളെ അത് പഠിപ്പിക്കും. വേറെ മനുഷ്യരെ നമുക്ക് ചാരാൻ പറ്റത്തില്ല. ശരിയാണ്, എത്ര ആത്മാർത്ഥമുള്ള മനുഷ്യരാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന അത്രയും ആർക്കും നമുക്ക് വേണ്ടി അവൈലബിൾ ആവാനൊക്കെയില്ല. എന്നാൽ കർത്താവിന്റെ ഒരു ആശ്വാസം അത് ദൈവം വളരെ അസൂയാലുവായ ദൈവമായതുകൊണ്ട്, എന്നുവെച്ചാൽ ദൈവത്തിന്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കാത്തവനായതുകൊണ്ട്, യെശയ്യാവ് 42:8 നമ്മൾ അങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല എന്നായിരിക്കുന്നത് കൊണ്ട്. അസൂയാലിയുള്ള ദൈവം എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സെൻസിൽ ഞാൻ പറയുന്നത് വെച്ചാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ഒരു മഹത്വം അത് വേറെ ആർക്കും അർഹിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ദൈവം ആ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാതെ വണ്ണം പല സാഹചര്യങ്ങളിലും ദൈവത്തിന് മാത്രമേ നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു സമാധാനം ആശ്വാസവും തരാനും കൂടുതലൂ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും. ശരിയാ, ബാക്കി പലരും നമ്മളെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ ദൈവം പലരെയും ഒരുക്കുന്നു, നല്ല കാര്യം തന്നെ. നമ്മൾ തീർച്ചയായിട്ടും അവരെ വിലമതിക്കണം, ബഹുമാനിക്കണം, അതെല്ലാം വാല്യൂ ചെയ്യണം. എന്നാൽ കർത്താവിന്റെ ഒരു ആശ്വാസം അതുപോലൊരു കർത്താവ് നമ്മുടെ ഹൃദയത്തില് തരുന്നൊരു ധൈര്യവും ആശ്വാസവും പോലെ വേറൊന്നുമില്ല. അതാ ഇവിടെ നമ്മൾ വായിക്കുന്നേ അതിന്റെ 2 കൊരിന്ത്യർ 1-ാം 3-ാമത്തെ വാക്യത്തില് മനസ്സിലുള്ള അതിന്റെ 3-4 വാക്യം ഞാൻ വായിക്കും. മനസ്സിലുള്ള പിതാവ്, ഞാൻ ആദ്യം 4-ാമത്തെ വാക്യം ഇപ്പം വായിച്ചു, തൊട്ട് മുമ്പ് 3-ാമത്തെ വാക്യം, മനസ്സിലുള്ള പിതാവ്, ദ ഫാദർ ഓഫ് മേഴ്സീസ്. പലപ്പോഴും നമ്മള് പല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവം ഇത്ര ക്രൂരനാണോ കഠിന ഹൃദയനാണോ എന്നൊക്കെ ഇന്ന് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ദൈവത്തെ ചോദ്യം ചെയ്തു. ദൈവം ഇത്ര നല്ലവനായിട്ടുള്ള ദൈവം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ദൈവം എവിടെ പോയി എന്നൊക്കെ പലരും ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് അവരുടെ അറിവില്ലായ്മയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ പല കാര്യങ്ങളും അനുവദിക്കുന്നു എന്നുള്ള കാര്യമാണ്. ദൈവത്തിന്റെ പരിപൂർണ ഹിതത്തിലുള്ള കാര്യങ്ങളല്ല ഈ ഭൂമിയിൽ മിക്കതും നടവേറുന്നേ. എന്നുവെച്ചാൽ ഈ ഭൂമിയുടെ ലോകത്തിന്റെ അധിപതിയായിട്ട് ഇപ്പൊ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ 5:19 ലോകത്തിന്റെ റൂളറായിട്ട് ലോകം ദുഷ്ടന്റെ അധീനതയിലാണെന്നാണ് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മൾ 1 യോഹന്നാൻ 5:19 ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ എന്താ വായിക്കുന്നത്? 5:14 നമ്മൾ മുമ്പ് വായിച്ചു. 5:19 വി നോ ദ വിയർ ഓഫ് ഗോഡ്, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകമാണെങ്കിലോ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകമാണ്, പിശാചിന് അധീനതയിലാണ്. അതുകൊണ്ടാണ് പല ആഭിചാരവും അന്ധകാര ശക്തികളും വിഗ്രഹാരാധനയും കൂടോത്രവും മന്ത്രവാദവും കൊലപാതകങ്ങള് ബലാത്സംഗങ്ങള് ആത്മഹത്യകള് പലതരത്തിലുള്ള അപകടങ്ങള് പലതരത്തിലുള്ള ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്ത് അത് ഒരു ശാപഗ്രസ്തമായ
ഒരു ഭൂമിയാണ്. ഭൂമിയെ കർത്താവ് ശപിച്ചു. ആദാമിന്റെയും ഹവ്വയുടെയും പാപത്തിന് ശേഷം ഭൂമി ശപിക്കേഴ്സ്ഡ് ഇസ് ദ എർത്ത് എന്ന് അവിടെ ഭൂമി ശപിക്കപ്പെട്ടതായിട്ട് നമ്മളവിടെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശപിക്കപ്പെട്ട ഒരു ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മളുടെ ആ ശാപമെല്ലാം കർത്താവ് അനുഗ്രഹമാക്കി തീർത്തു. ക്രൂസില് കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതുകൊണ്ട് നാം ക്രിസ്തുയേശുവില് എബ്രഹാമിന്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രാപിക്കുന്നവരാണെന്നൊക്കെ ഗലാത്യർ, ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞു പോവുക, നിങ്ങൾക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം. ഗലാത്യർ 3:13-14 വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഗലാത്യർ 3:13-14 വാക്യങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, നമ്മളെ അനുഗ്രഹമാകേണ്ടതിനെന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇവിടെ ഈ ഭൂമിയെല്ലാം ഈ ഒരു സർവ്വ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ദൈവമക്കളുടെ വിധേയപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിപൂർണ്ണഹിതം പല മേഖലകളിലും ദൈവത്തിന് നടത്താൻ സാധിക്കുന്നു. പിന്നെ ദൈവത്തിന്റെ പരമാധികാരം ഉണ്ട്. ശരിയാണ്, ദുഷ്ടന് അധീനതയിലാണ്. ഇപ്പം ദുഷ്ടനെ അങ്ങ് കംപ്ലീറ്റ് കൺട്രോൾ ദൈവം വിട്ടു കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ദുഷ്ടന് അധീനതയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഓവർ-ആർച്ചിങ് സോവറിറ്റി, അതിന്റെ മേലുള്ള ഒരു പരമാധികാരം ആർക്കുണ്ട്? നമ്മുടെ കർത്താവിനുണ്ട്. കർത്താവ് അനുവദിക്കാതെ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ദൈവം പല കാര്യങ്ങളും അനുവദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ക്ലേശങ്ങളും ദുഃഖങ്ങളുമായിട്ട് മാറുന്നു. എന്നാൽ ഈ ക്ലേശങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ നടുവില് പലതരത്തിലുള്ള പല ഷോക്കിംഗ് ന്യൂസാണ് നമ്മൾ ന്യൂസ് പേപ്പർ തുറന്നു നോക്കുമ്പോഴും ന്യൂസ് ചാനൽസിലും എല്ലായിടത്തും പലതരത്തിലുള്ള വളരെ ഞെട്ടലുളവാക്കുന്ന പല പ്രയാസങ്ങൾ ഉളവാക്കുന്ന നൊമ്പരം ഉളവാക്കുന്ന നമുക്കങ്ങ് ദഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പല തരത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചുറ്റും ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടക്കുമ്പം തീർച്ചയായിട്ടും ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവം ഇത് എന്തുകൊണ്ടാണ് അനുവദിച്ചെന്ന് ചോദിച്ചാൽ ഇതിലൂടെയെങ്കിലും ആ ഞെരുക്കത്തിന്റെയും പ്രയാസത്തിന്റെയും വേളയിൽ ആളുകൾ ആ സത്യദൈവത്തെങ്കിലേക്ക് അന്വേഷിക്കാനുള്ള ഒരു മുഖാന്തരമായിട്ട് ദൈവം അത് മാറ്റാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിശാചാണ് പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും പല കൺഫ്യൂഷനുകളും പല ദുരന്തങ്ങളും എല്ലാം അവനാണ് ആൾക്കാരെ ആത്മഹത്യയിലേക്ക് നടത്തുന്നതും കൊലപാതകത്തിലേക്ക് നടത്തുന്നതും ആഭിചാരക്രിയകളും പല ബന്ധനങ്ങളും അങ്ങനെയൊക്കെയുള്ള പല അതുപോലെയൊക്കെയുള്ള പല അഡിക്ഷൻസും കാര്യങ്ങളും എല്ലാം പിശാച് ദുഷ്ടനാണ്. ദുഷ്ടൻ എന്തിനു വേണ്ടി വരുന്നേ? ദുഷ്ടൻ നമുക്ക് എന്തെങ്കിലും സമ്മാനം തരാനല്ല വരുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ വരുന്നേ? അവൻ അറുക്കാനും മുടിക്കുവാനും കൊല്ലുവാനും. അതായത് നമ്മള് യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ഞാൻ 2 കൊരിന്ത്യർ 5-ലേക്ക് 2 കൊരിന്ത്യർ 1-ലേക്ക് നമുക്ക് വരാം. അവിടെ ഈ പിശാച് വരുമ്പോ അവനെന്താ, ദ തീഫ് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. അവന് ആദ്യം ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കട്ടുകൊണ്ട് പോകണം, മോഷ്ടിച്ചുകൊണ്ട് പോകണം. അതാ മോഷ്ടിക്കുവാന് ചില നമ്മളുടെ ജീവിതത്തിലെ സമാധാനമാകട്ടെ, നമ്മളുടെ പരിശുദ്ധിയാകട്ടെ, നമ്മളുടെ നിഷ്കളങ്കതയാകട്ടെ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷവും സമാധാനവും ഒരു നല്ല മനസാക്ഷിയോ, അങ്ങനെ പല പല കാര്യങ്ങൾ, നമ്മളുടെ ആത്മീയമായ സമ്പത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങളെയും നമ്മളുടെ ജീവിത പങ്കാളിയെയോ അങ്ങനെ പല നമ്മുടെ മനസ്സമാധാനത്തെയോ അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാന് ഉള്ള ഒരു വരവാണ് ഈ ദുഷ്ടൻ വരുന്നത്. അതാണ് തീഫ്, കള്ളൻ. അതാണ് നമ്മൾ വായിക്കുന്നത്. അല്ലാതെ കള്ളൻ വരുന്നില്ല. തീഫ് കംസ് only to എന്നും അല്ലാതെ എന്ന് പറയുമ്പോൾ അതിനു വേണ്ടി മാത്രമാവും വരുന്നത്. NASB ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ തീഫ് കംസ് only to steal. അതിന്റെ ഉദ്ദേശം എങ്ങനെങ്കിലും കട്ടുകൊണ്ട് പോകണം. കട്ട് കഴിയുമ്പോൾ എന്താ, ഇപ്പൊ ചില കള്ളന്മാര് ആദ്യം കട്ട് കഴിയുമ്പോൾ ചിലര് അവിടെ ആൾക്കാര് അത് തെളിവായി, അപ്പൊ അതുകൊണ്ട് അവരെ അങ്ങ് കൊല്ലും. കൊന്നു കഴിയുമ്പം പിന്നെയും ചില തെളിവുകളൊക്കെ വിരലടയാളോ അതൊക്കെ അവശേഷിക്കുന്ന സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ എല്ലാം കൂടെ അങ്ങ് തീയിടും. അതാ പറയുന്നത് തീഫ് കംസ് ടു സ്റ്റീൽ, കിൽ ആൻഡ് ഡിസ്ട്രോയ്. അവൻ ആദ്യം സ്റ്റീൽ ചെയ്യും, പിന്നെ കില്ല് ചെയ്യും, പിന്നെ അതെല്ലാം കൂടെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. അപ്പൊ അതുപോലെ നമ്മളുടെ ഹൃദയത്തിലുള്ള സമാധാനവും നല്ല മനസ്സാക്ഷിയോ നിഷ്കളങ്കതയോ വിശുദ്ധിയോ അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ ആ കള്ളൻ വന്ന് മോഷ്ടിക്കാൻ നോക്കും. അതിനുവേണ്ടി മാത്രം അവൻ വരുന്നേ. അത് കഴിഞ്ഞിട്ട് അറുക്കുവാന്, അതായത് സ്വയമായിട്ട് കില്ല് ചെയ്യുവാനാകട്ടെ, മറ്റൊരാളെ കൊല്ലുവാനാവട്ടെ, ആത്മഹത്യയാവട്ടെ, കൊലപാതകമാവട്ടെ, അത് പിശാചിന്റെ ചിന്തയാണ്. അപ്പൊ ആ പിശാചിന്റെ ചിന്ത, പിശാചിന്റെ തീയമ്പുകൾ എന്നൊക്കെ നമ്മൾ എഫേസ്യർ 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദ ഫയറി ഡാർട്സ് ഓഫ് ദി ഈവിൾ വൺ, പിശാചിന്റെ തീയമ്പുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ദുഷ്ടന്റെ തീയമ്പാണ് അതുപോലുള്ള ചിന്തകൾ, പലതരത്തിലുള്ള ചിന്തകൾ. അപ്പം അതിനകത്ത് അറുക്കുവാനും മറ്റുള്ളവരെ കൊല്ലാനുള്ള ചിന്തകള്, സ്വയം അങ്ങ്
ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, ഒരു അമ്മ രണ്ട് മക്കളും കൂടെ ട്രെയിന് മുമ്പിൽ ചാടി മരിക്കുന്ന ഒരു ദയനീയമായിട്ടുള്ള ഒരു വാർത്തയൊക്കെ നമ്മൾ കണ്ടു. പിന്നെ പല കൊലപാതകങ്ങളൊക്കെ ഒരു വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിൽ ഇതുവരെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഫ്രീക്വൻസിയിലും ഇന്റൻസിറ്റിയിലും ഒക്കെ ഉള്ള പല തരത്തിലുള്ള വലിയ ഭയാനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പിശാചിന്റെ പ്രവൃത്തികള്. അപ്പം ദൈവം അത് അനുവദിച്ചു. ദൈവം അനുവദിച്ചതിന്റെ ഫുള്ളായിട്ടുള്ള എല്ലാത്തിന്റെയും കാര്യകാരണ സഹിതമൊന്നും നമുക്ക് ഇന്ന് നമ്മുടെ ഒന്നോ നാനൂറ് ബുദ്ധിയിൽ, ബുദ്ധി എന്ന് പറഞ്ഞാൽ 1.4 kg ഉള്ളൂ നമ്മുടെ ബ്രെയിന്റെ വെയിറ്റ്. മനുഷ്യന്റെ ബ്രെയിൻ എടുത്ത ഒരാള് കട്ടിംഗ് ഗ്രാസിൽ തൂക്കിയാൽ 1.4 kg 1400 ഗ്രാംസേ ഉള്ളൂ, ഏകദേശം 1.4 to 1 അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഈ ബുദ്ധിയിൽ നമ്മുടെ ദൈവം പല കാര്യങ്ങളും എല്ലാം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് നമുക്ക് ഓരോന്നും എല്ലാം ഇപ്പം ഗ്രഹിക്കാനുള്ള ഒരു വലിയ ജ്ഞാനമൊന്നും നമുക്കില്ല. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ദൈവം എന്തുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ക്ലേശങ്ങളും കഷ്ടങ്ങളും ഒക്കെ അനുവദിക്കുന്നത്. പിശാചാണ് ഇതിന്റെ എല്ലാം പിന്നില്. എന്നാൽ ദൈവം അത് അനുവദിക്കുന്നു. എന്തുകൊണ്ട് അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മള് കർത്താവിലേക്ക് നോക്കാൻ, നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ നുറുക്കപ്പെട്ട് കർത്താവിന്റെ ജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം ഇവിടെ നമ്മൾ യോഹന്നാൻ 10:10 എന്താ വായിച്ചത്? മോഷ്ടിക്കാനും അറുക്കാനും നമ്മളെ തന്നെ ഭൗതികമായിട്ടുള്ള നമ്മളുടെ മരണമാവട്ടെ, ആത്മീയമായിട്ടുള്ള നമ്മളുടെ മരണമാവട്ടെ, അതിനായിട്ടാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ആത്മീയമായിട്ട് നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ വീണ് നമ്മൾ ദൈവത്തിൽ നിന്നുള്ള ബന്ധം വേർപെടുന്നു. അങ്ങനെ നിത്യമായിട്ട് നമ്മൾ ആ നിലയിൽ തന്നെ അങ്ങ് മാനസാന്തരപ്പെടാതെ മരിക്കുവാണെങ്കിൽ നിത്യമായിട്ട് നരകത്തിലേക്ക് പോയി ചാടുന്നു. അപ്പം അങ്ങനെ അങ്ങ് അറുത്ത് അങ്ങനെ നിത്യമായിട്ട് നമ്മളെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യാനും, അത് അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. പിശാച് പലതരത്തില് പെടാപ്പാട് വിടുന്നത് എന്തിനു വേണ്ടിയാ? മോഷ്ടിക്കാന്, അറുക്കുവാനും മുടിക്കുവാനും. എന്നാ കർത്താവ് പറയുന്നത്, ഞാൻ എന്തിനാ വന്നേ? ഞാൻ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. യേശു കർത്താവ് ജീവൻ തരാനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മളുടെ ഭൗതികമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടുന്ന ജീവനും ഭക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കർത്താവ് തന്നിരിക്കുന്നു എന്ന് 2 പത്രോസ് 1:3 2 പത്രോസ് 1:3 ജീവനും ഭക്തിക്ക് വേണ്ടുന്നതെല്ലാം തന്നിരിക്കുന്നു. നമുക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടുന്നതെല്ലാം കർത്താവ് തരും. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച വേണ്ടുന്നതെല്ലാം നമുക്ക് കൂടെ തരുമെന്ന് മത്തായി 6:33 വായിക്കുന്നുണ്ട്. നമ്മളുടെ ബുദ്ധിമുട്ടൊക്കെയും കർത്താവ് അത് തീർത്തു തരും. ക്രിസ്തു യേശുവിങ്കിൽ അവിടുത്തെ മഹത്വത്തിന് ധനത്തിന് ഒത്തവണ്ണം തീർത്തു തരുമെന്ന് ഫിലിപ്പിയർ 4:19 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് നിവൃത്തിയാക്കിക്കൊള്ളു. എന്നാൽ ആത്യന്തികമായിട്ടും നമ്മള് ആ ഒരു ദൈവികമായിട്ടുള്ള ആത്മീയ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവിന്റെ സ്വന്തം ജീവൻ, കർത്താവിന്റെ സ്വന്തം സ്വഭാവം, കർത്താവിന്റെ ആ ഒരു യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ഒരു ജീവൻ, ആ ഒരു ആത്മീയ ജീവൻ നമ്മളിൽ പകർന്ന് നമ്മളെയും കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയിൽ കർത്താവിന്റെ ആ ഒരു സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുക എന്നുള്ള ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ തിരിച്ച് അതാ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു. എന്നാൽ നമ്മൾ ശിഷ്യത്വത്തിന്റെ പാതയിലൂടെ, ക്രൂശിന്റെ പാതയിലൂടെ, ശിഷ്യത്വത്തിന്റെ പാതയിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് സമൃദ്ധമായൊരു ജീവൻ. ആ സമൃദ്ധമായൊരു ജീവൻ വരണമെങ്കിൽ അതിന്റെ കൂടെ സമൃദ്ധമായ പല ക്ലേശങ്ങളും കർത്താവ് അനുവദിക്കുന്നത്. ഞാൻ ക്ലേശിച്ച ദിവസങ്ങൾക്കൊത്തവണ്ണം, ഞാൻ അനർത്ഥങ്ങൾ കണ്ട സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം എന്നെ സന്തോഷിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചില പ്രയാസങ്ങളും കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. അതിനൊത്തവണ്ണം ആ പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും നമുക്ക് 2 റെസ്പോൺസ് ഉണ്ടാകും. ഒന്നുകിൽ നമുക്ക് നമ്മളെ തന്നെ അങ്ങ് ഉയർത്തി, ദൈവം ആരാ, ദൈവത്തിന് കണ്ണില്ലേ, എന്റെ ദൈവം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുവദിച്ചെന്നൊക്കെ ചോദിച്ച് ദൈവത്തെ ചോദ്യം ചെയ്ത് ദൈവത്തിനെതിരായിട്ട് മത്സരിച്ച് കർത്താവിന്റെ നാമത്തെ ശപിക്കുകയും ദുഷിക്കുകയും ചെയ്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിൽ നിന്ന് മാറി അങ്ങനെ പിശാചിന്റെ ഇഷ്ടപ്രകാരം പിശാചിനോട് കൈകോർത്ത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും വന്നവന്റെ കൂടെ കൈകോർത്ത് നമുക്ക് അങ്ങ് നരകത്തിലേക്ക് വിശാലമായ വീതിയിലൂടെയൊക്കെ അങ്ങ് കൊണ്ടുപോകാം. പല അനർത്ഥങ്ങളും ക്ലേശങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും പലരും എന്താ ചെയ്യുന്നേ? എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ഒരു സ്വയ സഹതാപം, ഞാൻ മാത്രമേ ഉള്ളൂ കഷ്ടം അനുഭവിക്കുന്നത്, എല്ലാവരും എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ പരാതിയും പൊറുപൊറുപ്പും ദൈവത്തോട് മത്സരവും കയ്പും ദേഷ്യവും എല്ലാവരോടും വാശിയും വൈരാഗ്യവും, അത് കഴിഞ്ഞിട്ട് ആത്മഹത്യാ ശ്രമങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ദൈവത്തോട് മത്സരിയായിട്ടുള്ള പിശാചിന്റെ കൂടെ ചെന്ന് ഈ നരകത്തിലേക്ക് ചെന്ന് ചാടും. ഈ നരകം ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? നമ്മൾ ഇവിടെ 2 Corinthians 1 അധ്യായത്തിൽ നമ്മളുടെ വിരലുണ്ട്. ഞാൻ മത്തായി 25 അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ നരകം ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടി ഒരുക്കിയതല്ല, എന്നാ
മനുഷ്യൻ അതിൽ ചെന്ന് ചാടുകയോ ചെയ്യുന്നത് ഈ പിശാചിന്റെ കൂടെ കൈകോർത്തുകൊണ്ട്. നമ്മൾ യഥാർത്ഥത്തില് ആർക്ക് വേണ്ടി ഒരുക്കിയ നരകവും അവിടെ നമ്മൾ വായിക്കുന്നത് മത്തായി 25 അധ്യായത്തില് അതിന്റെ 41 വാക്യത്തില് അവിടെ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ, കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ചതായിട്ടൊക്കെ 32 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മത്തായി 25:41 പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയും. അപ്പൊ ഈ നിത്യാഗ്നി ഒരുക്കിയിരിക്കുന്നത് ബേസിക്കലി ആർക്ക് വേണ്ടിയാണെന്ന് വെച്ചാൽ പിശാചിനും അവന്റെ കിങ്കരന്മാർക്ക് വേണ്ടി, ആ ദുരാത്മാക്കൾക്കും വേണ്ടിയാണ്. എന്നാ ഈ പിശാചിന്റെ ശബ്ദം കേട്ട് പിശാച് പറയുന്നു, നീ ഇങ്ങനെ പിശാച് മോഷ്ടിക്കുമ്പോ നമ്മളങ്ങ് നിന്നു കൊടുത്തു, പിശാച് അറുക്കാൻ പറയുമ്പോൾ അറുക്കുകയും അതിനൊക്കെ നിന്നു കൊടുക്കുകയും അങ്ങനെ നശിപ്പിക്കുകയും അറുക്കാനും ഇങ്ങനെ മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും ഒക്കെ പിശാചിനങ്ങ് കൈകോർത്ത് കൊടുത്ത് പിശാചിന്റെ കൂടെ കൈകോർത്ത് പിടിച്ച് ദൈവത്തിനെതിരെ മത്സരിച്ച് എന്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ വിശ്വസിക്കത്തില്ല, എനിക്ക് ദൈവം ഇങ്ങനെ അനുവദിച്ചു, എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു, അതുകൊണ്ട് അങ്ങനെ പരാതിയും വെറുവെറുപ്പും സ്വയം സഹതാപവും അങ്ങനെയുള്ള ഇതിലേക്കൊക്കെ പോയി അങ്ങനെ ഒരു വല്ലാതൊരു വിഷാദത്തിലോട്ടും മത്സരത്തിലോട്ടും ഒക്കെ പോയി നമ്മൾക്ക് പിശാചിന്റെ കൂടെ കൈകോർത്ത് പിടിച്ച് പിശാചിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് നമ്മളും കൂടെ ചെന്ന് പതിക്കുന്ന ഒരു നിർഭാഗ്യാവസ്ഥയിലേക്ക്. എന്നാ അങ്ങനെ ആകി പോകാതെ നമ്മള് ഞാൻ പറഞ്ഞു 2 റെസ്പോൺസ് നമുക്ക് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഇല്ലാത്ത ആരും ഇല്ല ഈ ലോകത്ത്. ദൈവം അത് ഓരോരുത്തരുടെയും സിലബസ് അനുസരിച്ച് ദൈവത്തിന് അറിയാം ഓരോരുത്തർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ താങ്ങണം. ഇപ്പം ഓരോ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുള്ള സിലബസും കരിക്കുലും ഒക്കെ വേണമെന്ന് ഈ ടീച്ചേഴ്സിന്റെ ബോർഡൊക്കെ കൂടി അവര് ഓരോ സ്റ്റാൻഡേർഡിലും ഇന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം, ഇന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ പലപ്പോഴും കൂടുതലും ടീച്ചേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയുക. അപ്പം ഇങ്ങനെയുള്ളപ്പോൾ ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേണം. എന്നാൽ ബാക്കിയുള്ള ചില പുവർ സ്റ്റുഡൻസും ഉണ്ട്, അപ്പൊ അവർക്ക് വേണ്ടി കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ വേണം. അപ്പൊ എങ്ങനെ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യണം നിങ്ങൾ ടീച്ചേഴ്സിന് അറിയാവുന്നെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഏത് കുട്ടിയോട് ഏത് ചോദ്യം ചോദിച്ചാൽ അവർ ഉത്തരം പറയുന്നുള്ള കാര്യം നിങ്ങൾക്ക് ടീച്ചേഴ്സിന് അറിയാം എന്ന് പറയുന്നത് പോലെ കർത്താവ് ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലൊക്കെ അനുവദിച്ചാൽ അവർക്കത് നിത്യമായിട്ടുള്ള ഒരു നന്മയിലേക്ക് അത് ആയിത്തീരുന്നു എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ദൈവം അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ല, എന്റെ ജീവിതത്തിൽ മാത്രം ഇത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു ബൈബിളിൽ നിന്നുള്ളൊരു ഉദാഹരണം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതായത് യോസേഫ്, ഉൽപ്പത്തി പുസ്തകത്തിലെ യോസേഫിനെ നമ്മൾ കാണുന്നു, പിന്നെ അടുത്ത പുറപ്പാട് പുസ്തകത്തിൽ മോശയെ നമ്മൾ കാണുന്നു. യോസേഫിന്റെ കാര്യം പറയുവാണെങ്കിൽ യോസേഫിന്റെ ആദ്യകാലങ്ങളിലൊക്കെ യോസേഫ് ഒത്തിരി കഷ്ടം അനുഭവിച്ചു. യോസേഫിന്റെ ആദ്യകാലങ്ങളില് യോസേഫ് കാരാഗ്രഹത്തിലായിരുന്നു. ആദ്യം ഒരു കുഴിയിലെ സഹോദരന്മാരെ കൊണ്ട് തള്ളിയിട്ടു, പിറ്റിലായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു പ്രിസൺ, എല്ലാം പീല് തുടങ്ങുന്നുണ്ട്. പിറ്റ്, പിന്നെന്താ പ്രിസൺ, കാരാഗ്രഹത്തിലെ പോത്തിഫറിന്റെ ഭാര്യ തെറ്റായ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് പ്രിസണിലായിരുന്നു. അതിനുശേഷം പിന്നെ തന്റെ ലാറ്റർ ഹാഫ് ഓഫ് ഹിസ് ലൈഫ് 30 വയസ്സിന് മേലോട്ട് യോസേഫ് കൊട്ടാരത്തിലായിരുന്നു. എന്നാൽ മോശയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ മോശയുടെ ആദ്യകാലങ്ങളിലൊക്കെ മോശ യൗവനക്കാരനായിരുന്നപ്പോൾ കൊട്ടാരത്തിലായിരുന്നു. കൊട്ടാരത്തില് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള ആ ഒരു പദവിയിൽ കൊട്ടാരത്തിലായിരുന്നു. എന്നാ മോശയുടെ ജീവിതത്തിന്റെ അവസാനം വരെ കനാദേശത്തിൽ മോശയ്ക്ക് പ്രവേശിക്കാൻ പറ്റിയതുമില്ല. ആ മരുഭൂമിയിലായിരുന്നു, വിൽഡനസിലായിരുന്നു മോശ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ മോശയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ കൊട്ടാരം, പിന്നീട് പല കഷ്ടപ്പാടുകളും. യോസഫിന്റെ ജീവിതത്തിലിടയ്ക്ക് ആദ്യകാലങ്ങളിൽ കുറെ കഷ്ടപ്പാട്, പിന്നീട് കൊട്ടാരം എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലരെയും നോക്കിയിട്ട് അവർക്ക് എന്താ ഇങ്ങനെ ഇവർക്ക് എന്താ ഇങ്ങനെയെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. നമ്മള് യോഹന്നാൻ നമ്മളവിടെ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തില് എന്താ സംഭവിക്കുന്നേ, പത്രോസിന്റെ അവസാന കാലത്ത് പത്രോസിന് ഇഷ്ടമില്ലാത്തടത്തേക്ക് ദൈവം നയിച്ചു കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യം പത്രോസ് മരിക്കാനുള്ള വിധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ദൈവം യോഹന്നാൻ 21 അധ്യായത്തിന് 18 വാക്യത്തിൽ പറയുമ്പോൾ പത്രോസ് തിരിഞ്ഞ് പത്രോസിനോട് പറയുക, പത്രോസ് തലകീഴായിട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, നമ്മളെ ചരിത്ര രേഖകളിൽ വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മരണത്തെക്കുറിച്ച് പത്രോസിനോട്
കർത്താവ് പറയുവാണ്, യോഹന്നാൻ 21 18 വാക്യത്തിൽ, നീ ഇഷ്ടമില്ലാത്തയിടത്തേക്ക് നീ വയസ്സാവുമ്പം അങ്ങനെ പോകുന്ന ചില തരത്തിലേക്ക് നീ പോകും. അപ്പം ഇവൻ എങ്ങനെ ആയിരിക്കും എന്നുവെച്ചാൽ നമ്മള് എന്താ പറയുന്നേ, എനിക്ക് മാത്രം മാർക്ക് കുറഞ്ഞു, ഇന്നയാൾക്ക് മാർക്ക് എന്താ ടീച്ചർ കുറച്ചിടാൻ എന്ന് സ്റ്റുഡൻസ് ചോദിക്കുന്നത് പോലെ പത്രോസും യോഹന്നാനും വളരെ കൂട്ടുകാരാണ്, വളരെ ഡിഫറെന്റ് ടെമ്പർമെന്റ്സ് ആണെങ്കിലും വളരെ വ്യത്യസ്തമായ സ്വഭാവ രീതികളാണെങ്കിലും. അപ്പം പത്രോസ് തിരിഞ്ഞ് യോഹന്നാനെ നോക്കി, അവിടെ യോഹന്നാൻ 21 20 പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ, അതായത് യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ യേശു സ്നേഹിച്ച ശിഷ്യൻ പിഞ്ചിലുന്നത് കണ്ട് അത്താഴത്തിൽ അവനെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നത് ആരെയെന്ന് ചോദിച്ചത് ഇവൻ തന്നെ. ഈ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറയുക, അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവ് ഇവൻ എന്ത് ഭവിക്കും, എനിക്കിങ്ങനെയാന്നൊക്കെ പറഞ്ഞല്ലോ, ഇവനെന്താ സംഭവിക്കുന്നേ എന്ന് ചോദിക്കും. കർത്താവ് നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പറഞ്ഞേ. ചില ആകയാൽ 23 വാക്യത്തിൽ ആകയാൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി, അല്ല 22 വാക്യം, യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇനിയിപ്പം നീ ഇങ്ങനെ ഇന്ന വിധം മരിക്കണം എന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പം ഞാൻ വരുന്നിടം വരെ ഇവൻ മരിക്കുകയില്ല എന്നാണ് എന്റെ ഇഷ്ടമെങ്കിൽ. വെച്ചാൽ അങ്ങനൊന്നും അല്ല. യോഹന്നാന് 90 വയസ്സിന് ശേഷം യോഹന്നാൻ ഒരു നാച്ചുറൽ ഡെത്തിലേക്ക് പോകുന്ന ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ യോഹന്നാനും ഉപദ്രവത്തിലൂടെ കടന്നുപോയി. എന്നാലും അവസാനം യോഹന്നാനും ഒരു വയസ്സ് എന്നുള്ളൊരു സാധാരണ മരണത്തിലേക്ക് യോഹന്നാൻ പ്രവേശിച്ചത്. എന്നാ കർത്താവ് ചോദിക്കുക, മറ്റാളുടെ കാര്യം എന്താ, ഇയാൾക്ക് എന്താ മാർക്ക് അത്രയും കൂടെ കുറച്ചിടാഞ്ഞ്, എനിക്ക് ഇത്രയും കുറച്ച് ടീച്ചർ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ ടീച്ചറിന് അറിയാം എന്തുകൊണ്ട് മാർക്ക് അത്രയും കുറയ്ക്കാഞ്ഞത്. ആ പേപ്പറിൽ വേറെ ചില നല്ല പോയിന്റ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും, മറ്റേ പോയിന്റ്സ് ഇവിടെ കാണത്തില്ല, അതുകൊണ്ടായിരിക്കും മാർക്ക് അവിടെ അത്രയും കുറയ്ക്കാത്തത്. അപ്പം എന്ന് പറഞ്ഞതുപോലെ യേശു പറയുക, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്, നീ എന്നെ അനുഗമിക്കുക, യു മൈൻഡ് യുവർ ബിസിനസ്. പക്ഷെ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് കമ്പയർ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ പറ്റി, അവർക്ക് അതൊക്കെ അങ്ങനെയുള്ള, അവർക്ക് നല്ല മക്കള്, എന്റെ മക്കൾ എന്താ ഇങ്ങനെ ആയിപ്പോയി, അവരുടെ ഭർത്താവ് എത്ര നന്നായിട്ടുണ്ട്, എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്താ ഇങ്ങനെയുള്ള ദുരന്തങ്ങള്, അവരുടെ വീട്ടിലൊക്കെ വലിയ, അങ്ങനെ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത്, എന്നുവെച്ചാൽ ദൈവത്തിന് അറിയാം നമുക്ക് ഓരോരുത്തർക്കും എന്താ വേണ്ടതെന്നുള്ള കാര്യം, നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ ഉള്ള സാധ്യത. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പം, ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തട്ടെ. പ്രയാസങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പം എങ്ങനെ നമ്മളുടെ രണ്ടു തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാവും. ഒന്ന്, ദൈവത്തോട് ആദ്യം മത്സരിച്ച് പിശാചാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂസിഫർ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രധാന ദൂതനാണ് ദൈവത്തോട് ആദ്യം മത്സരിച്ചത്. അപ്പം ഇന്നും ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ദൈവത്തോട് പരാതിയും പുറപ്പുറപ്പൊക്കെ പറഞ്ഞ് ദൈവത്തോട് മത്സരിക്കുമ്പോൾ നമ്മൾ ആദ്യം മത്സരിച്ച് ഈ ശത്രുവാണ്. എന്നാൽ ഈ ശത്രുവിനെ ചങ്ങാതിയായിട്ട് കണ്ട് നമ്മൾ ഈ പിശാചിന്റെ കൂടെ കൈകോർത്ത് അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക്, അവന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന നരകാഗ്നിയിലേക്ക് നമ്മൾ ചെന്ന് പതിക്കുന്ന ഒരു പ്രയാസത്തിലേക്ക്, ഒരു നിത്യ ദുരന്തത്തിലേക്ക് നമുക്ക് പോകാം. എന്നാ നമുക്ക് വേറൊരു റെസ്പോൺസ് ഉണ്ട്. എന്താ വേറൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ, പല പ്രശ്നങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പം അവിടെ നമുക്കൊന്ന് നുറുങ്ങാനായിട്ട് കർത്താവിനെ ബലമുള്ള കരത്തിൽ അങ്ങ് താണിരിക്കാനൊക്കെ. എന്നുവെച്ചാൽ അവിടെ കർത്താവെ അവിടുന്ന് അറിയാതെ അനുവദിക്കാതെ, ശരിയാണ് ചിലപ്പം പിശാചിന്റെ ചില പ്രവർത്തനങ്ങളോ അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളോ അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പം പിശാചിന്റെ പ്രവർത്തനങ്ങളൊന്നും തന്നെ ആയിരിക്കണം എന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതും ഒക്കെ ദൈവം അനുവദിച്ച് സ്വാഭാവികമായിട്ട് പലരിലൂടെയൊക്കെ സംഭവിക്കുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളും ആയിക്കൂടുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കർത്താവെ അങ്ങ് അറിയാതെ അനുവദിക്കാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കർത്താവെ, ഞാൻ അങ്ങയുടെ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ അങ്ങ് താണിരിക്കുന്നു എന്ന് നമ്മളങ്ങ് പറയുവാണെങ്കിൽ, അതായത് നമ്മളിവിടെ 2 Corinthians 1 നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് 1 Petrus 5:6 ഞാനിപ്പം വായിച്ചത്. എന്താ പറഞ്ഞേ, കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ അങ്ങ് നമ്മൾ താണിരിക്കുക. കർത്താവ് ദൈവത്തിന്റെ കരം എന്ന് പറയുമ്പോൾ പല വ്യക്തികളും പല സാഹചര്യങ്ങളും ഒക്കെ ദൈവം നമ്മളുടെ മേലെ വെക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളങ്ങ് താണിരിക്കുമ്പം, അതാ 1 Petrus 5:6 വാക്യത്തിൽ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിക്കുവിൻ. കർത്താവിന്റെ ബലമുള്ള ഒരു കരമുണ്ട്. കർത്താവ് ചില വ്യക്തികളിലൂടെ, ചില സാഹചര്യങ്ങളിലൂടെ കർത്താവിന്റെ ബലമുള്ള കരം നമ്മളുടെ മേലങ്ങ് വെച്ചിരിക്കുക. അവിടെ നമ്മളങ്ങ് താണിരിക്കുമ്പോൾ, കർത്താവെ ഞാൻ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട്, കർത്താവ് ഈ സാഹചര്യത്തിൽ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഞാൻ കീഴടങ്ങി തരുന്നു. കർത്താവെ ഉസുവിന്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഇവിടെ ഞാൻ അങ്ങയോട് മത്സരിക്കാനോ പരാതി പറയാനോ വെറുക്കാനോ അല്ല. ശരിയാണ്, എന്റെ ജീവിതത്തിൽ ഇപ്പം വല്ലാതെ നെടുവീർപ്പും പ്രയാസവും നമ്പരും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും കർത്താവെ ഞാൻ എന്റെ ജീവിതത്തെ അങ്ങേക്കായിട്ട് വിട്ടുതരുന്നു. ഞാനിനി എനിക്കായിട്ട് ജീവിക്കാനല്ല, അവിടത്തേക്കായിട്ട് ജീവിക്കാനായിട്ട് കർത്താവിനെ ഞാൻ വിട്ടുതരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളുടെ ഈ ജഡം എന്ന് ബൈബിളിൽ പറയുന്നത് നമ്മളുടെ സ്വന്തം ഹിതത്തെയാണ്. നമ്മളുടെ ഈഗോ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ഞാൻ
ആ ഒരു ജഡമാകുന്ന തിരശ്ശീല, കർത്താവിന്റെ ദേഹമാകുന്ന തിരശ്ശീല എന്നൊക്കെയാണ് എബ്രായർ 10:19-20 വാക്യങ്ങളിൽ സത്യവേദ പുസ്തകത്തിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും അവിടെ ജഡമാകുന്ന, സാക്സ് എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലഷ്, ജഡമാകുന്ന തിരശ്ശീല. കർത്താവിന്റെ ജീവിതത്തിൽ ഒരു സ്വന്തം ഇഷ്ടം, കർത്താവിന് ഒരു സ്വന്തം ഇഷ്ടം ഉണ്ടായിരുന്നു. യേശു കർത്താവ് ഭൂമിയിൽ ഈ മനുഷ്യനായിട്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ഇഷ്ടം പോലെയല്ല പിതാവിന്റെ ഇഷ്ടം പോലെ എന്ന് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് പറയുന്നതൊക്കെ നമ്മൾ മത്തായി 26:39 വായിക്കുന്നുണ്ട്. എന്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതെന്ന് യോഹന്നാൻ 6:38 5:30 ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും യേശുവിന്റെ ജീവിതത്തിൽ യേശു നമുക്ക് മാതൃകയാവാൻ വേണ്ടി ദൈവം തന്നെ, സർവശക്തനായ ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പം കർത്താവിന് സ്വന്തമായിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് സ്വന്തം ഇഷ്ടത്തിനൊന്നും കീഴ്പ്പെട്ട് കൊടുക്കാതെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് തന്നെ അങ്ങ് ഏൽപ്പിച്ചു. അതാ ഗെത്സമനെ തോട്ടത്തില് വിയർപ്പ് രക്തമായി തീരുന്ന ആ അതീവമായിട്ടുള്ള വ്യഥയിലും കർത്താവ് പിതാവെ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞ് ഓരോ കാര്യത്തിലും, ആ ഗെത്സമനെ തോട്ടത്തിൽ മാത്രമല്ല തന്റെ ജീവിതത്തിൽ ഉടനീളം എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അവിടെ യോഹന്നാൻ 6:38 5:30 ഒക്കെ പറയുമ്പോഴും അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണാൻ എത്തുന്നുണ്ട്. കർത്താവിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിരുന്നിട്ടുണ്ടോ? അതേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതാ നമ്മള് യെശയ്യാവ് 53 വാക്യത്തില് കർത്താവിനെ വ്യസനപാത്രം, മാൻ ഓഫ് സോറോസ് എന്നാണ് വിളിക്കുന്നത്. യെശയ്യാവ് 700ഓളം, കർത്താവ് വരുന്നതിന് 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചനാത്മാവില് മെസ്സിഹയെ, അഭിഷിക്തനായ ദൈവത്തിന്റെ ദാസനെ കണ്ടുകൊണ്ട് പ്രവചനാത്മാവില് യെശയ്യാവ് 53 ക്രൂശിലെ കഷ്ടത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു അധ്യായമാണ് യെശയ്യാവ് 53 കഷ്ടം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസനാകുന്ന കർത്താവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം. കർത്താവ് BC 4 ജനിക്കുന്നതിനും 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് പ്രവചിച്ചതാ. അവിടെ ക്രൂശിലെ കഷ്ടത്തെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി പിയേഴ്സ്ഡായി, അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മളുടെ ലംഘനങ്ങള് നിമിത്തം കർത്താവ് ഈ കഷ്ടം അനുഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ, അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു എന്നൊക്കെ അതിന്റെ 5-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റ് നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു എന്നൊക്കെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന തൊട്ട് മുമ്പേ അതിന്റെ 3-ാമത്തെ വാക്യം, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിട്ട് ഇരിക്കുന്ന, അതുപോലെ പല നമുക്ക് ഈ കർത്താവ് എത്രയോ രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമുക്കറിയാം. എന്നാൽ കർത്താവ് രോഗം ശീലിച്ചവനായിട്ട്, വ്യസനപാത്രമായിട്ട്, മാൻ ഓഫ് സോറോസ്, കർത്താവ് തന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള, നമുക്ക് തന്നെ വചനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ എല്ലാം പോയി. ആ സമയത്തൊക്കെ കർത്താവിന്റെ ശുശ്രൂഷയിൽ തന്നെ എന്തെല്ലാം എതിർപ്പുകളെ കർത്താവ് അനുഭവിച്ചെന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവസാനം കർത്താവിനെ എത്രമാത്രം നിഷ്ഠൂരമായിട്ടാണ് അവരെ ക്രൂശിലേറ്റ് കൊല്ലുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവ് അതെല്ലാം പിതാവ് അനുവദിച്ച കാര്യങ്ങളായിട്ട് കണ്ട് അതിനെ ഏറ്റെടുത്ത് ആ കഷ്ടങ്ങളിൽ കർത്താവ് ആ കാര്യങ്ങളിൽ കർത്താവ് പിതാവിന് ഹിതത്തിനായിട്ട് പിതാവിന്റെ കരത്തിന്റെ കീഴിൽ അങ്ങ് താണിരുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും ആ യേശുവിനെ കണ്ടുകൊണ്ട് നമ്മള് കഷ്ടങ്ങളുടെ മധ്യത്തില് കർത്താവെ എന്റെ ഇഷ്ടം പോലെ വേണ്ട, കർത്താവെ ഇവിടെ എല്ലാം ഞാൻ അങ്ങ് നുറുങ്ങട്ടെ, എന്റെ ആ സ്വയബലം, എന്റെ ആ ജഡമാകുന്ന വലിയൊരു കട്ടിയുള്ള തിരശ്ശീലയുണ്ട്. ആ ദേവാലയത്തിൽ തിരശ്ശീല യേശുവിന്റെ മരണത്തെങ്കിൽ മേൽമുതൽ താഴോട്ട് ചീന്തപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആ ജഡമാകുന്ന തിരശ്ശീല ചീന്തപ്പെടുന്നതിനനുസരിച്ചാണ് ദൈവത്തിന്റെ ജീവൻ പരിശുദ്ധാത്മാവിലൂടെ, ദൈവവചനത്തിലൂടെ നമ്മൾ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് വലിയൊരു സമാധാനവും നമ്മളുടെ ഹൃദയത്തിൽ ഒന്നും നിറയുന്നത്. അതാ നമ്മളിവിടെ, ഞാനിപ്പോ ആ വായിച്ച വാക്യങ്ങളങ്ങ് പറഞ്ഞു നിർത്തട്ടെ. 2 കൊരിന്ത്യർ 1-ാമത്തെ വാക്യത്തില് മനസ്സിലുള്ള പിതാവാണ്, സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമാണ്. മനസ്സിലുള്ള പിതാവ്, നമുക്ക് ദൈവത്തിന് മനസ്സിൽ കൊണ്ടുപോകുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും, എന്നാ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ഹീസ് എ ഫാദർ ഓഫ് മേഴ്സീസ് ആൻഡ് ഗോഡ് ഓഫ് ഓൾ കംഫർട്ട്, എല്ലാ ആശ്വാസത്തിന്റെയും ദൈവമാണ്, സർവ്വ ആശ്വാസത്തിന്റെയും ദൈവം. ആ ദൈവം എന്താ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അത് കഴിഞ്ഞിട്ട് പറയൂ 4-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 1-ാമത്തെ വാക്യത്തിൽ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം നമുക്ക് കഷ്ടങ്ങളിൽ ചില ആശ്വാസങ്ങൾ തരുന്നു. ആ ആശ്വാസം കൊണ്ട് വേണം നമ്മൾ ബാക്കി ഉള്ളവർ പല കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ നമ്മളുടെ കഷ്ടങ്ങളിൽ ദൈവം എന്തിനു വേണ്ടി നമ്മളെ ആശ്വസിപ്പിക്കുന്നത്? ആ ആശ്വാസം കൊണ്ട് വേണം ബാക്കി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം വായിച്ച 5-ാമത്തെ വാക്യം, ആദ്യം വായിച്ച 5-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. കർത്താവ് നമ്മളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കൊത്തവണ്ണം, നമ്മൾ അനർത്ഥങ്ങൾ കണ്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം, അക്കോർഡിംഗ് ടു ആ പ്രപ്പോർഷൻ അനുസരിച്ച് കർത്താവ് എന്നെ സന്തോഷിപ്പിക്കണേന്ന് പറയുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, നമ്മൾ പലപ്പോഴും നമ്മൾ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ആത്മീയമായിട്ട് നിത്യതയുടെ വെളിച്ചത്തിൽ പാഴാക്കി കളയോ. പലപ്പോഴും നമ്മൾ ദൈവത്തോട് മത്സരിക്കുകയും പിറുകുറുക്കുകയും പരാതി പറയുകയും നമ്മൾ ഞാൻ ദൈവം എനിക്ക് ഈ പ്രാർത്ഥന ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ ബൈബിൾ വായിക്കത്തില്ല, ഞാൻ മീറ്റിങ്ങിന് പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇനി പ്രാർത്ഥിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള പല വാശിയും അങ്ങനെയൊക്കെയുള്ള നമ്മളുടേതായ ചില മക്കളുടെ മുഷ്ടികളും അങ്ങനെയൊക്കെയുള്ള മത്സരത്തിന്റെ ആ ഒരു ആത്മാവിലൊക്കെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്, നമ്മളുടെ പ്രയാസങ്ങളെ പാഴാക്കി കളയുക. എന്നാൽ ആ പ്രയാസങ്ങൾ നമ്മൾക്ക് എങ്ങനെ ആത്മീയമായിട്ട് ഏറ്റവും മാക്സിമം പ്രയോജനപ്പെടുത്താൻ ഒക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ അങ്ങ് താണിരിക്കുമ്പോൾ കർത്താവ് തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന നമ്മളിപ്പോ ഇവിടെ 1 പത്രോസ് 5:6 നമ്മൾ വായിച്ച് ആ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ കരങ്ങളുടെ കീഴിൽ അങ്ങ് താണിരിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ കരത്തിൽ എന്തുകൊണ്ട് ആണിപ്പഴുതുള്ള കരവ. കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം തോമസിന് പ്രത്യക്ഷപ്പെട്ടപ്പം യോഹന്നാൻ 20-ാം അധ്യായത്തിൽ ആ ആണിപ്പഴുതുള്ള കരത്തിൽ അണിപ്പഴുതെന്ന് തൊട്ട് നോക്കാൻ, ആ അണിപ്പഴുതില് ഒന്ന് കൈയിടാനും കർത്താവിന്റെ വിലാപ്പുറത്തുള്ള ആ മുറിവിൽ, ആ നെഞ്ചുഭാഗത്തുള്ള മുറിവിലൊക്കെ കൈയിട്ട് നോക്കാനും ഒക്കെ പുനരുദ്ധാനം ചെയ്ത ശരീരത്തിൽ പോലും കർത്താവ് ആ മുറിവ് റിട്ടൈൻ ചെയ്തു. കർത്താവ് മുറിവുകൾ നിലനിർത്തി. ഇതിനു വേണ്ടിയാ നമുക്ക് പുനരുദ്ധാനം ചെയ്ത ശരീരത്തിൽ, നമ്മൾ മരിച്ചതിന് ശേഷം നമുക്ക് പുനരുദ്ധാന ശരീരം കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ പുനരുദ്ധാന ശരീരത്തിൽ ഒരു കുറവും കാണത്തില്ല, ഒരു മുറിവോ ഒരു ചതവോ ഒരു പാടോ ഒന്നും കാണത്തില്ല. നമ്മൾ പെർഫെക്റ്റ്ലി ഹെൽത്തി ബോഡി ആയിരിക്കും പുനരുദ്ധാന ശരീരം നമുക്ക് കിട്ടുന്നത്. എന്നാൽ യേശുവിന്റെ ശരീരത്തിൽ ആ മുറിവുകൾ കർത്താവ് നിലനിർത്തി എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നിത്യതയോളം കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച ആ പങ്കപ്പാടുകളുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പം കർത്താവിന്റെ ബലമുള്ള കരത്തിന്റെ കീഴിൽ താണിരിക്കുമ്പോൾ ആ ബലമുള്ള കരത്തിൽ നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് യെശയ്യാവ് 49:16 നമ്മൾ വായിക്കുന്നുണ്ട്. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്റെ പേര് എന്റെ കരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അത് കൊത്തിവെച്ചിരിക്കുന്നു, എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ യെശയ്യാവ് 49:15-16 വാക്യങ്ങൾ നമുക്കറിയാം. അപ്പൊ ആ ബലമുള്ള കരത്തിന്റെ കീഴിൽ ഞാൻ താണിരിക്കുമ്പം എന്റെ പേര് അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. കർത്താവിന്റെ ആ അണിപ്പഴുതും ഒക്കെ നമുക്ക് അവിടെ പാൽപ്പേറ്റ് ചെയ്യാനൊക്കും. അപ്പൊ അവിടെ നമ്മളങ്ങ് താണിരിക്കുമ്പം എന്റെ കർത്താവ് എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ട് കർത്താവ് പിതാവിന്റെ മുമ്പാകെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ കർത്താവ് എന്റെ ജീവിതത്തിലും എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും കർത്താവ് ഞാൻ അങ്ങേക്കായിട്ട് എന്റെ ജീവിതത്തെ അങ്ങ് സമർപ്പിക്കുന്നു. എനിക്കിനി എന്റെ ഇഷ്ടം പോലെ ജീവിക്കേണ്ട, അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ വചനപ്രകാരം ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ജീവൻ, ആ ഒരു ദൈവത്തിന്റെ വചനത്തെ ഒരു വാളിനോട് ഉപമിച്ചതായിട്ട് നമ്മൾ എബ്രായർ 4:12 വായിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ വചനമാകുന്ന വാള് ദൈവത്തിന്റെ ഹിതത്തിന് നമ്മൾ കീഴടങ്ങുമ്പോൾ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ ആദ്യം കണ്ടു മത്തായി 4:4 യോഹന്നാൻ 4:34. അപ്പം ദൈവത്തിന്റെ ആ വചനത്തിന് നമ്മളങ്ങ് കീഴടക്കി കൊടുക്കുമ്പോൾ വചനത്തിന്റെ വാള് നമ്മളുടെ ആ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടം എന്നുള്ള ഭയങ്കര ആ ഒരു മർക്കടമുഷ്ടിയെ അല്ലെങ്കിൽ നമ്മളുടെ ആ സ്വന്തം ഹിതത്തെ, സെൽഫിലിനെ, ജഡത്തെ അങ്ങ് നുറുക്കുമ്പോൾ ആ നുറുക്കുന്നതിനനുസരിച്ച് കർത്താവിന്റെ ഒരു സന്തോഷം, കർത്താവിന്റെ സമാധാനം, ദൈവത്തിന്റെ ജീവൻ, കർത്താവിന്റെ സ്വഭാവം, കർത്താവിന്റെ ഒരു വലിയ സമാധാനവും സ്നേഹവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം. അതാ നമ്മളിപ്പം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞാൻ ഒരു വാക്കങ്ങ് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. നമുക്കങ്ങ് ഡോക്ടറെ ചുരുക്കി ഒരു 5-6 മിനിറ്റ് എടുത്ത് ആളുകൾ താല്പര്യത്തോടെ നേരിട്ട് സാക്ഷ്യത്തിന്റെ ആ പ്രസക്ത ഭാഗം കേൾക്കാനിരിക്കുക. ചുരുക്കി ഒന്ന് പറയാമോ? സാക്ഷ്യം കൂടാണ് മാഡം. അതെ, ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഈ കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷന്റെ തൊട്ട് പടിഞ്ഞാറായിട്ടാ ഇവിടെ എന്റെ വീട് ഇവിടെ ഉള്ളത്. ഒരു യാഥാസ്ഥിതികമായിട്ടുള്ളൊരു ഹിന്ദു കുടുംബം. അപ്പം കൊച്ചുനാട്ടിൽ മുതലേ വളരെ അമ്പലവിശ്വാസി എന്ന് പറഞ്ഞാൽ പോരാത്ത അമ്പലവിശ്വാസിയായിരുന്നു ഞാൻ. എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ അവിടെ ചവറയിലുള്ള ഇവിടെ കരുനാഗപ്പള്ളി ചവറ കോവിൽത്തോട്ടത്തുള്ള ഒരു കത്തോലിക്ക സ്കൂളിലാണ് 2ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ പഠിക്കുന്നത്. 1ാം ക്ലാസ് വരെ പ്രീ പ്രൈമറി 1ാം ക്ലാസ് വരെ എന്റെ അച്ഛന്റെ സ്ഥലം അങ്ങ് മൂവാറ്റുപുഴയിലും അമ്മയുടെ സ്ഥലവും കരുനാഗപ്പള്ളിയിൽ. പക്ഷെ കരുനാഗപ്പള്ളിയിലെ വീട് വെച്ചുകൊണ്ട് കരുനാഗപ്പള്ളി ഞങ്ങൾ സെറ്റിൽ ആയത് സഹായിച്ച്. അച്ഛന്റെ വീട് മൂവാറ്റുപുഴയിലായതുകൊണ്ട് മൂവാറ്റുപുഴയിൽ അവിടെ നിർമ്മല ജൂനിയർ സ്കൂളിലാണ് പ്രീ പ്രൈമറിയും 1ാം ക്ലാസ്സും ഒക്കെ പഠിച്ചത്. കഴിഞ്ഞിട്ട് 2ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു ജോലി. അപ്പം അമ്മയ്ക്ക് ട്രാൻസ്ഫർ ആയി ഇവിടെ കരുനാഗപ്പള്ളിയിലേക്ക് വന്നപ്പം ഇവിടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് അവിടെ ചവറ ഉള്ള ഒരു കത്തോലിക്ക ലൂർദ് സ്കൂളിലാണ് ചേർത്തത്. അപ്പം സ്കൂളിൽ പോകുന്ന സമയത്ത് പോലും ഒരു കൊച്ചുനാൾ മുതലേ ഉള്ള ഒരു അമ്പലഭക്തി എന്ന് പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 3ാം ക്ലാസ് മുതലേക്ക് തന്നെ ഈ വലിയൊരു ദൈവാന്വേഷണം പോലെ ഒരു തത്വചിന്താത്മകമായിട്ട് വിവേകാനന്ദന്റെ പുസ്തകങ്ങളും ഒക്കെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വീട്ടിലുണ്ടായിരുന്ന പല ബുക്സിന്റെ ഒക്കെ ശേഖരത്തിൽ നിന്നൊക്കെ വിവേകാനന്ദന്റെ പുസ്തകങ്ങള്, പിന്നെ സഹസ്രനാമങ്ങള്, ട്രാൻസ്ജെൻഡറൽ മെഡിറ്റേഷൻ, പോസിറ്റീവ് തിങ്കിങ്, അമൃതാനന്ദമയുടെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ മാതൃവാണി എന്നൊക്കെ പറഞ്ഞ പല അതുപോലെയൊക്കെയുള്ള ചില അങ്ങനെയൊക്കെയുള്ള ഒരു ഹൈന്ദവ ഭക്തി മാർഗത്തിലെ ഭഗവത്ഗീത അതുപോലെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വായിക്കാനും
പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ 2 അമ്പലങ്ങളിലെങ്കിലും ഒക്കെ കയറി, ഇപ്പം 2 അമ്പലങ്ങളിൽ ഞങ്ങളുടെ ഈ വീട്ടിൽ നിന്ന് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് വരെ പോകാൻ 2 വഴി കൂടെ പോയാലും 2 അമ്പലങ്ങളിലും എങ്കിലും കയറി അവിടുത്തെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഭയങ്കര ഭയഭക്തിയോടെ അങ്ങനെ ഞാൻ അവിടെ ആ വിഗ്രഹങ്ങൾക്ക് മുമ്പാകെ മുട്ടുമടക്കുമ്പോഴും എന്റെ ഹൃദയത്തിൽ ദൈവം അങ്ങനെ ഒരു ആഗ്രഹം തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ സൃഷ്ടിച്ച ദൈവത്തെങ്കിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ള ഒരു ഹൃദയത്തിലൊരു ആഗ്രഹം. ദൈവം തരാതെ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവത്തില്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു അന്വേഷിക്കുന്ന ഒരു ഹൃദയം ദൈവം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-ാം ക്ലാസ് മുതലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഇതുപോലൊക്കെയുള്ള വീട്ടിൽ തന്നെ പല സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് അത് ദൈവത്തെങ്കിലേക്ക് തിരിയാനൊക്കെ ഉള്ളൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇപ്പം കത്തോലിക്ക സ്കൂളാകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബൈബിൾ വചനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ അതൊക്കെ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. മത്തായി 11:28 എന്താ നമ്മൾ വായിക്കുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുള്ളവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അങ്ങനെയുള്ള വാക്യങ്ങൾ, നിർമ്മല ഹൃദയമുള്ളവർ ദൈവത്തെ കാണുമെന്നുള്ളതായിരുന്നു നമ്മുടെ സ്കൂളിന്റെ ആപ്തവാക്യം. അങ്ങനെയൊക്കെയുള്ള പല വാക്യങ്ങളെ, ചില പാട്ടുകളൊക്കെ കർത്താവിലേക്ക് എനിക്കൊരു ആകർഷണം ഉണ്ടായിരുന്നു ആ സമയം മുതലേ. സ്നേഹസേന എന്ന് പറഞ്ഞ് ചില ക്രിസ്ത്യൻ വാല്യൂസ് ഒക്കെ പറയുന്ന ചില ബുക്ക്ലെറ്റ്സ് മാതിരിയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ വേറെ ക്ലാസ്സിലെ ക്രിസ്ത്യൻ സ്റ്റുഡൻസ് ഒന്നും പോലും അത് വായിക്കുന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഞാനത് അടിച്ചു പറക്കുകയെല്ലാം വായിക്കുമായിരുന്നു. ചില ഇങ്ങനെ എല്ലാത്തിലും നന്മ സ്വാംശീകരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചു അതും ശരി ഇതും ശരി എല്ലാം ശരി എന്നുള്ളൊരു രീതിയിലായിരുന്നു. എന്നാൽ പ്രീ ഡിഗ്രിക്ക് അപ്പൊ അതിനു മുമ്പ് 10ാം ക്ലാസ്സിൽ ഞാൻ അതുവരെ 3-ാം ക്ലാസ് മുതൽ 10th വരെ ക്ലാസ് ഫസ്റ്റും 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സ്കൂൾ ഫസ്റ്റും ഒക്കെ ആയിരുന്നു. അപ്പം സ്കൂളിൽ 10ാം ക്ലാസ്സിൽ അന്ന് ഈ SSLC 15 റാങ്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടായിരുന്നല്ലോ അന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനു മുമ്പുള്ള എല്ലാ വർഷങ്ങളിലും ഒക്കെ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നവർക്ക് SSLCക്ക് റാങ്ക് കിട്ടുന്നതുകൊണ്ട് എനിക്ക് എന്റെ ഒരു ടേൺ ആയിരുന്നു എന്റെ വർഷം. പക്ഷേ ആ സമയത്ത് മോഡൽ പരീക്ഷ വരെ 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷ വരെ ഞാൻ ഫസ്റ്റ് ആയിട്ട് ആയിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത്. പക്ഷെ SSLCക്ക് ഞാനൊരു 570 മേലെയൊക്കെ മാർക്ക് പ്രതീക്ഷിച്ചു. 600 എനിക്ക് മാർക്ക് വന്നപ്പോൾ 550 മാർക്ക് ഉള്ളായിരുന്നു. സ്കൂളിൽ തന്നെ ഞാനൊരു 6-മോ 7-മോ ആയിപ്പോയി. ഞാനത് പറയാൻ കാരണം വെച്ചാൽ അത് എന്റെ ജീവിതത്തിൽ വല്ലാത്തൊരു തകർച്ചയുടെ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടെങ്കിൽ ക്ലേശിപ്പിച്ച ദിനങ്ങൾക്കൊത്താണെന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വലിയൊരു ക്ലേശമായിട്ട് തോന്നില്ലായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് അന്ന് 600-ലല്ലേ 580? അതെ തീർച്ചയായിട്ടും അതെ, 600 കേട്ടോ 580. 600-550 പറയുന്നത്. പക്ഷെ എങ്കിലും 570-80 പ്രതീക്ഷിച്ച ഒരാൾക്ക് പെട്ടെന്ന് അത്രയും മാർക്ക് കിട്ടിയപ്പോൾ, അതും റാങ്ക് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ സ്കൂളിൽ തന്നെ ഫസ്റ്റ് കിട്ടാതെയൊക്കെ ആയി പോകുന്ന സമയത്ത് എനിക്കത് ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് വല്ലാത്തൊരു തകർച്ച മാതിരിയായിരുന്നു. അത് ഭയങ്കര ഒരു ഷാറ്റേർഡ് ആവുന്ന ഒരു ഇതായിരുന്നു. ഇന്ന് ദൈവം അതെന്നെ ഒരുക്കുകയായിരുന്നു. വെച്ചാൽ കർത്താവിനെ അറിയണമെങ്കിൽ നമ്മൾ ചില തകർച്ചകളിലൂടെ നുറുക്കത്തിലൂടെ ഒക്കെ പോയാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള സത്യത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒരു വിശാലതയിലേക്ക് വരാനൊക്കെ ഉള്ളു. അപ്പൊ ആ ഒരു തകർച്ച അത് ദൈവമായിട്ട് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രീ ഡിഗ്രിക്ക് ഞാനങ്ങ് എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഒക്കെ സൗകര്യത്തിന്, ഇപ്പം എനിക്ക് കൊച്ചുനാൾ മുതലേ ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മൂത്ത ചേച്ചിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മൂത്ത ചേച്ചിയും ഡോക്ടറാ. അപ്പൊ ഞാന് അപ്പം എൻട്രൻസിന്റെ ഒക്കെ കോച്ചിങ്ങിന്റെ ഫെസിലിറ്റിക്ക് ആയിട്ട് തിരുവനന്തപുരത്ത് മാർവീനസ് കോളേജിൽ ചേർന്നാ പഠിച്ചത്. അപ്പം അവിടെയും ഞാൻ അവിടെ ചെന്നപ്പം ഹോസ്റ്റലിന് അടുത്തുള്ള അമ്പലമൊക്കെ അന്വേഷിച്ച് അവിടെയും പറ്റുമ്പോഴൊക്കെ അവിടെ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു. എന്നാൽ എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് ഒരു ചേട്ടന് ആദ്യം ഒരു ഗിഡിയൻസ് ബൈബിള് കൊണ്ടുതരുന്നത് ഓർക്കുന്നുണ്ട്. ഒരു മലയാളത്തിലുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രമുള്ള ഗിഡിയൻസ് ബൈബിള്. അത് ക്രൂരാക്ഷരമായിരുന്നെങ്കിൽ പോലും ഞാൻ പലപ്പോഴും ഒക്കെ വായിക്കും, അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീടും കുറച്ചുകൂടി ഒരു കുറച്ച് സെക്കൻഡ് ഡിഗ്രി ആയപ്പോൾ ഞാൻ തന്നെ എന്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു ദീപകിനോട് ചോദിച്ച് ഒരു ഫുൾ ബൈബിള്, ചാത്തന്നൂരുകാരനായിട്ടുള്ള ഒരു സഹോദരനെ, പുള്ളി ഇപ്പം ചെന്നൈയിൽ എഞ്ചിനീയർ. അപ്പം ദീപകിനോട് ചോദിച്ചൊരു ഫുൾ ബൈബിൾ, അപ്പം ദീപക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫുൾ ബൈബിള് എനിക്ക് സെക്കൻഡ് ഡിഗ്രി ഓണത്തിന് ശേഷം, അവധിക്ക് ശേഷം വരുമ്പോൾ അത് കൊണ്ടു തന്നു. അപ്പം വല്ലപ്പോഴും ഒക്കെ ഞാൻ ഈ വചനങ്ങളൊക്കെ പലയിടത്തുനിന്ന് കാണുന്ന വചനങ്ങളൊക്കെ അതിനകത്ത് അടയാളപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അത് എന്നാൽ അതിന്റെ കൂടെ തന്നെ ഈ അമ്പലഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചുരുക്കി പറയുവാണെങ്കിൽ ദൈവം തന്നെ പല സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വന്ന് 1999, അതായത് സെക്കൻഡ് ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത്
ഡിസംബർ മാസം 19 രാവിലെ, അന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു, അന്ന് ഞായറാഴ്ച ആയിരുന്നെങ്കിലും ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒളിമ്പിയാഡിന്റെ ഒരു എക്സാം കോളേജിലുണ്ടായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേറ്റ്, പക്ഷേ പല സാഹചര്യങ്ങളിലൂടെ ദൈവത്തിന്റെ ദൈവന്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ വലിയ വലിയ സമാധാനത്തെ കുറിച്ചൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ വലിയ തത്വചിന്താത്മകമായിട്ടൊക്കെ ആ പ്രാവശ്യത്തെ കോളേജ് മാഗസിനിൽ തന്നെ മൈൻഡ് ദ ഡൊമൈൻ ഓഫ് പീസ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കോളേജ് മാഗസിനിലേക്ക് വലിയ ലേഖനങ്ങളും കവിതയൊക്കെ എഴുതിയിട്ടുള്ള ഞാന്, പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു ഉള്ളിലൊരു ശൂന്യത മാതിരി, ഇതെല്ലാം ഉണ്ടെങ്കിലും മനസ്സിലൊരു വാക്കം, ഒരു ശൂന്യത. എന്താ യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് ഉള്ളൊരു കാര്യം എനിക്ക് യഥാർത്ഥത്തിന് അറിയത്തില്ലല്ലോ എന്നുള്ളൊരു, അതിനെക്കുറിച്ചൊരു ബോധ്യം വരുന്നത് ആ പറയുന്ന ഡിസംബർ മാസം 19 ഞായറാഴ്ച ദിവസം 1999, അതായത് 25 വർഷത്തിനപ്പുറം മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഞാൻ രാവിലെ ഒരു 6:30 സമയമാക്കണം. അപ്പോഴത്തേക്ക് ഞങ്ങൾ സിംഗിൾ റൂം ആയിരുന്നു, ഞാൻ മാത്രമേ റൂമിലുള്ളൂ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഫിസിക്സ് ബയോളജി ബുക്സ് എടുത്ത് വായിക്കണം എന്നുണ്ട്, ഏതെങ്കിലും പോർഷൻസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്തോ ഒരു എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു ശൂന്യത, ഒരു ഭാരം മാതിരി തോന്നി. പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം. അപ്പം അതിനകം ഞാൻ പറഞ്ഞതുപോലെ ആ ബൈബിള് എന്റെ മേശപ്പുറത്തുണ്ട്. എന്നാൽ ഹിന്ദു ഈ സരസ്വതി ദേവിയുടെ ഫോട്ടോ അവിടെ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ജപിച്ച് കെട്ടി ഗണ്ടയുള്ള സ്വർണ്ണമാലയൊക്കെ കഴുത്തി കിടപ്പുണ്ട്. സഹസ്രനാമങ്ങളും ഭഗവത്ഗീതയും ഒക്കെ മേശക്കകത്തും പുറത്തുമായിട്ടൊക്കെ ഉണ്ട്. എന്നാൽ ഈ ആ ഒരു നിസ്സഹായതയുടെ സമയത്ത് എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണം എന്ന് തോന്നി. ഞാനത് പലപ്പോഴും ആ ഒരു കാര്യം പറയുന്ന ഒരു പാട്ടിന്റെ വരി ഞാനിങ്ങനെ ഇതിന്റെ കൂടെ പാടാറുണ്ട്. ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ, അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാൻ, അരുമയോടൻ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാൻ, എൻ്റെ യേശുനായകൻ, എനിക്കു നല്ല സ്നേഹിതൻ. അപ്പം ആര് സഹായമായി ഇല്ലാതിരുന്ന ആ സമയത്ത് ഒരു കർത്താവിന് വലിയൊരു ആശ്വാസം. നമ്മളുടെ ആ ഒരു ക്ലേശത്തിന്റെ ആ ഒരു സമയത്ത് കർത്താവ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ ഇന്ന് വചനത്തിൽ കേട്ടതുപോലെ, നമ്മളുടെ കഷ്ടങ്ങൾക്കൊത്തവണ്ണം നമുക്ക് ആശ്വാസവും ജീവനും സമൃദ്ധിയായ ജീവനും തരുന്ന ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ കേട്ടതുപോലെ, ആ കർത്താവ് ആദ്യമായിട്ട് വന്ന് തന്നെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു എന്ന് പറയുന്നത് വെച്ചാൽ, എനിക്ക് പെട്ടെന്ന് ബൈബിൾ എടുത്ത് തുറക്കാൻ തോന്നി. ബൈബിൾ എടുത്ത് തുറന്നു എന്റെ കണ്ണുകൾ ഉടക്കുന്നത് എഹെസ്കേൽ 36 25, 26, 27 വാക്യങ്ങൾ. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും തരും, നിങ്ങളുടെ സകല കൽമഷങ്ങളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലീകരിക്കും, നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും തരും, നിങ്ങളുടെ കല്ലുപോലുള്ള ഹൃദയത്തെ മാറ്റി മാംസമായ ഒരു ഹൃദയത്തെ ഞാൻ നിങ്ങൾക്ക് തരും, എന്റെ ചട്ടങ്ങളെയും എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ ഒരു 3 വാക്യങ്ങൾ വായിക്കുകയും കർത്താവ് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി നടത്തി. പെട്ടെന്ന് ആ കല്ലുകളുടെ ഹൃദയമൊക്കെ അങ്ങ് മാറ്റപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിലേക്ക് വന്ന് നിറഞ്ഞ് വലിയൊരു നദി, സമാധാനത്തിന്റെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ വലിയൊരു നദി വന്ന് ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് ആ ഒരു വലിയൊരു ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം സമാധാനവും അന്ന് അനുഭവിച്ച സന്തോഷത്തിലും സമാധാനത്തിലും എത്രയോ മടങ്ങ് ഇരട്ടിയായിട്ട് ഇന്ന് അനുഭവിക്കാൻ ദൈവം സഹായിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവിലേക്ക് എല്ലാം താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ക്രൂസിന്റെ വഴി എന്ത് സംഭവിച്ചാലും കർത്താവിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിന്റെ ജീവനെ സ്വീകരിക്കുവാനുള്ള, കർത്താവിന്റെ ആത്മാവിന്റെ നിറവിനെ സ്വീകരിക്കാനുള്ള ആ ഒരു വഴി കർത്താവ് കാണിച്ചു തന്നുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് കർത്താവിന് മുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കർത്താവിന്റെ ജീവനും ആശ്വാസവും സമാധാനവും സന്തോഷവും എല്ലാം അളവില്ലാതെ നമ്മളിൽ ഒന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ജീവിതം. എന്ന ജീവിതത്തിൽ തന്നെ ഇത്രയും പരാജയങ്ങളും വീഴ്ചകളും ഒക്കെ പിന്നീട് ഉണ്ടായിട്ടുണ്ടെന്ന് കർത്താവ് അതിലൂടെയൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലൂടെ എല്ലാം കർത്താവിനെ തന്നെ കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരാനും അതിൽ നിന്നെല്ലാം ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതലായിട്ട് നുറുക്കപ്പെട്ട് കർത്താവിനോട് ചേർന്നിരിപ്പാനും കർത്താവ് നയിച്ചൊരു സഭയോട് ചേർന്ന് ആയിരിക്കാനും, പിന്നീട് ഇപ്പം ഇവിടെ കായംകുളത്തുള്ള ആ ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് എൽഡറായിട്ട് ഇപ്പം ഞാൻ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ കരുനാഗപ്പള്ളിയിലായിരിക്കുന്നെങ്കിലും കായംകുളത്തുള്ള ഒരു CFC ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിന്റെ പാട്ടായിട്ടായിരിക്കുന്നു. അങ്ങനെയുള്ള സൗരങ്ങളുടെ ഒരു പ്രാർത്ഥനയും കൂട്ടായ്മയും എല്ലാം ഒത്തിരി സഹായിക്കുന്നു.
പിന്നെ പിന്നെ സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്യാനും ഒക്കെ പോയ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ദൈവം ഒരു വിഷനൊക്കെ തന്ന് ദൈവം അങ്ങോട്ട് CMC വെല്ലൂരിലേക്ക് ഗൈഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാമല്ലോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എന്നെ റീച്ച് ഔട്ട് ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ നമ്പർ ടീച്ചറിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നെ ഗൂഗിളിൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി സെർച്ച് ചെയ്താൽ തന്നെ എന്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും നമ്പറും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും ഇത്ര സമയം എന്നെ സഹിച്ച് കേട്ടുകൊണ്ടിരുന്നതിനായിട്ട് ഒത്തിരി സന്തോഷം. ഒരു വാക്ക് ഞാനങ്ങ് പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കട്ടെ. ഓക്കെ ഡോക്ടർ പ്രാർത്ഥിച്ചോളൂ. ഞാൻ പറഞ്ഞ പിതാവേ യേശുവേ, ഞങ്ങൾ അതിനെ ഏൽപ്പിച്ച് തരുന്ന കർത്താവേ, ഈ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയ സഹോദരങ്ങളെയും എല്ലാം കർത്താവ് പേരുപേരായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളും പ്രയാസങ്ങളും അറിയുന്നു. അവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം കർത്താവേ, ഞങ്ങളെ തന്നെ അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണേ കർത്താവ്. ഞങ്ങൾ തന്നെ അറിയാതെ പല സമയത്തും അങ്ങയെ മറക്കുകയും മത്സരിക്കുകയും കർത്താവ് അവിടുത്തെ കൈ തട്ടി മാറ്റുകയും കർത്താവെ അവിടത്തേക്ക് കർത്താവ് ഹിതപ്രകാരം അല്ലാത്ത രീതിയിൽ ഞങ്ങൾ അവിടുത്തെ കർത്താവെ ആ സാഹചര്യങ്ങളോടും വ്യക്തികളോടും ഒക്കെ പ്രതികരിച്ചു പോയിട്ടുണ്ട് കർത്താവെ. എന്നാൽ ഞങ്ങൾ കർത്താവെ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം. അവിടുത്തെ സ്നേഹത്താൽ ആശ്വാസത്താൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറച്ചായിട്ട് കർത്താവെ, ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കൊത്തവണ്ണം കർത്താവെ, ഞങ്ങളെ അനർത്ഥങ്ങൾ കണ്ട സംവത്സരങ്ങൾക്കൊത്തവണ്ണം അവിടുന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ വലിയ സമാധാനവും ആശ്വാസവും കർത്താവെ അബണ്ടന്റായിട്ട് സമൃദ്ധിയായിട്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ കർത്താവ് അവിടുത്തെ വചനത്തിൽ വേരൂന്നി മുമ്പോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം കർത്താവ്. രോഗത്തിന്റെയും പല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ പല പ്രയാസങ്ങളിലൂടെയൊക്കെ പല കർത്താവെ കുടുംബത്തിലുള്ള പല പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന കർത്താവെ പ്രിയ സഹോദരങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങ് അനുഗ്രഹിക്കണം, സൗഖ്യമാക്കണം, ആവശ്യങ്ങളോട് കൂടിയിരിക്കണം. എല്ലാത്തിലും അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തണം കർത്താവ്. ശുശ്രൂഷ നേതൃത്വം നൽകുന്ന പ്രിയ സഹോദരങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. ഇനി അനേകർക്ക് ആശ്വാസമായിട്ട് കർത്താവ്, അനേകർക്ക് വഴികാട്ടിയായിട്ട് പ്രിയ സഹോദരങ്ങളെ എഴുന്നേൽപ്പിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടത് ഞങ്ങൾക്ക് സ്തുതിക്കുന്നു എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒരുപാട് സന്തോഷം ഡോക്ടറിന്റെ തിരക്കേറിയ സമയത്തിന്റെ ഇടയിൽ ഇവിടെ വന്ന് ഇത്രയും അത്ഭുതകരമായ സാക്ഷ്യവും നല്ല വചനങ്ങളും. ഞങ്ങള് ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിലാണത് പോയത്. ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ബ്ലെസ്സിങ് തരും, അനുഗ്രഹം തരും, സന്തോഷം തരും. എന്താ വെച്ചാൽ ക്ലേശിക്കുന്നവരാണ് ഇതിനകത്തുള്ളത്. 95% ആൾക്കാരും ക്ലേശത്തിൽ കിടക്കുന്നവരാ. എന്നാൽ ആ ക്ലേശങ്ങളിൽ ലഭിക്കുന്ന ആശ്വാസം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനാണ്. അത് ഞങ്ങൾ ഒരു പരിധിവരെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിച്ച്. ഒരുപാട് സന്തോഷം. നമ്മൾ കേട്ടതുപോലെ 600-ൽ 550 മാർക്ക് മേടിച്ചപ്പോൾ ഒരു സാധാരണക്കാരനല്ല. നമ്മള് ദൈവത്തിന്റെ മുമ്പാകെ പറയുമ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ പോലും പറയേണ്ടിയിരിക്കുന്നു. ഇത്രയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള, ഇത്രയും ഒരു പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി യേശുവിനെ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിൽക്കുന്നതിൽ ഒത്തിരി സന്തോഷം. നമ്മുടെ കൂട്ടായ്മയിൽ ഡോക്ടർ സുബ്രഹ്മണ്യം പ്രസംഗിച്ചു, പ്രൊഫസർ മായ ശിവകുമാർ പ്രസംഗിച്ചു, ബിജു കുറുപ്പ് പ്രസംഗിച്ചു, പിന്നെ ഗണപതി സാർ പ്രസംഗിച്ചു. ഒത്തിരി ആളുകൾ വന്ന് രാമേന്ദ്രൻ സാർ പ്രസംഗിച്ചു, സജൻ പണിക്കർ പ്രസംഗിച്ചു. ഇതെല്ലാം ദൈവം കൊണ്ടാക്കുന്നതിന്റെ പിറകില് ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഇപ്പൊ എത്ര സിമ്പിൾ ആയിട്ട്, എത്ര സരസമായിട്ട് ഡോക്ടർ പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് ഈ കർത്താവിനെ വിടാതെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അനേകർക്ക് ആശ്വാസമുള്ള ജീവിതങ്ങളായി തീരട്ടെ. ഡോക്ടറിന്റെ മേഖല, ആ സൈക്യാട്രി മേഖലയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക ജീവിതങ്ങൾക്ക് ഒരു ഹെവൻലി ടച്ച് കൊടുക്കുന്ന ഡോക്ടറായി തീരുവാൻ, ആ പരിശുദ്ധാത്മാവിൽ ഒരാളെ ഒന്ന് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ അത് 10 ഡോക്ടേഴ്സ് 50 ഡോക്ടേഴ്സ് സ്പർശിക്കുന്നതിനേക്കാൾ എത്ര വലുതായിരിക്കും ഹോളി സ്പിരിറ്റിൽ ഒരാളെ ഒന്ന് ടച്ച് ചെയ്യാൻ. ഞങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഡോക്ടറിനെ വിളിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സൂമില് ഇവിടെ ഉള്ളവർ ആര് നമ്പർ ചോദിച്ചാലും ഞാൻ കൊടുക്കാം. ദൈവം ഡോക്ടറിനെയും കുടുംബത്തെയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഒരല്പം തിരക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ശുശ്രൂഷ മിനിസിസ്റ്റർ ഇല്ല ഇന്ന് നമുക്ക്. അതുകൊണ്ട് ഇനി ഒരു ആരാധനയില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ യേശുവപ്പച്ച, ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ എത്ര വിശ്വസ്തനായിട്ട് കാലാകാലങ്ങളിൽ ഓരോ വ്യക്തികളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്ന അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ നീ വലിയവനെന്ന് ഞങ്ങളെ കാണിക്കുന്നതിനായിട്ട് സ്തോത്രം. കേട്ടതിനൊക്കെയും ഞങ്ങൾ കണക്ക് പറയേണ്ടവരാണെന്നുള്ള ബോധത്തോടെ സമർപ്പിക്കുന്നപ്പ നീ ഞങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പൊ എല്ലാത്തിനും ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഡോക്ടറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ തീരുമാനത്തെ കർത്താവ് ഒപ്പിയെടുത്തതിനായിട്ട് സ്തോത്രം, വളർത്തിയതിനായിട്ട് സ്തോത്രം, ഇത്രത്തോളം സന്തോഷം കൊടുത്തതിനായിട്ട് സ്തോത്രം. അപ്പൊ ആ കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. 3 കുഞ്ഞുങ്ങൾക്കായിട്ട്, പേരൻസിനായിട്ട് കർത്താവെ
സഹോദരിക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ വരുന്ന പേഷ്യൻസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഡോക്ടറിനെ കുറിച്ച് ഞങ്ങളുടെ കൂട്ടായ്മയിലെ പേഷ്യൻസ് വഴി അറിയാറുന്നല്ലോ. അപ്പൊ ഒരു ആത്മബന്ധത്തിലായിരിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ എല്ലാവരെയും ഒരുക്കിയെടുക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ അതൊരു തണുപ്പായി തീരട്ടപ്പ. ദൈവമേ, ഈ ലോകത്തിലെ കേവലം കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരായിട്ടല്ല, അത് തരും കർത്താവ്, അത് തരുമെന്ന് ഡോക്ടർ വീണ്ടും പറഞ്ഞല്ലോ. എന്നാൽ അതിനപ്പുറമായിട്ട് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്ന് നിത്യതയോളം എത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമേ. ഞങ്ങളുടെ തുടർന്നുള്ള കൂട്ടായ്മകളിലൊക്കെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. മാർച്ച് മാസം ഞങ്ങൾക്ക് ആത്മീയമായ ഒരു കൊയ്ത്തിന്റെ അത്യന്ത ശക്തിയുടെ അവസ്ഥയാക്കി തീർക്കണം. കർത്താവ് സഹായിക്കണം, കർത്താവ് ശക്തീകരിക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.